ഞാൻ ഇന്നു പറയാൻ പോകുന്ന കഥ ഒരു സീരിയൽ കില്ലറിനെ കുറിച്ചാണ്. 1991 മുതൽ 2003 വരെ ബ്രസീലിലെ ഏറ്റവും ദരിദ്രമായ സംസ്ഥാനമായ മരാൻഹാവോയിൽ മെക്കാനിക്കും സ്വർണ്ണ ഖനിത്തൊഴിലാളിയുമായ ഫ്രാൻസിസ്കോ റോഡ്രിഗസ് ഡി ബ്രിട്ടോ എന്നയാൾ അങ്ങേയറ്റം ക്രൂരമായ കുറ്റകൃത്യങ്ങൾ നടത്തിയിരുന്നു. 4 മുതൽ 15 വയസ്സ് വരെ പ്രായമുള്ള 42-ലധികം ആൺകുട്ടികളെ ഇയാൾ തട്ടിക്കൊണ്ടുപോവുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും ക്രൂരമായി അംഗഭംഗം വരുത്തുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. ഗ്രാമപ്രദേശങ്ങളിലെ ദരിദ്രമായ കോളനികളിലും ഹൈവേകളിലുമുള്ള ആൺകുട്ടികളെയാണ് ഇയാൾ പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നത്. പണമോ ജോലിയോ വാഗ്ദാനം ചെയ്ത് പ്രലോഭിപ്പിച്ച് ഇയാൾ അവരെ തന്റെ കാറിൽ കയറ്റിക്കൊണ്ടുപോവുകയായിരുന്നു പതിവ്. 2003-ൽ ഇയാളുടെ വീട്ടിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുത്തതിനെ തുടർന്ന് ഇയാൾ അറസ്റ്റിലാവുകയും കുറ്റങ്ങൾ സമ്മതിക്കുകയും ചെയ്തു. തുടർന്ന് നടന്ന വിചാരണകളിൽ പലതവണയായി ഇയാൾക്ക് ആകെ 580 വർഷത്തെ തടവ് ശിക്ഷയാണ് ലഭിച്ചത്. ഇയാൾ നടത്തിയ കുറ്റകൃത്യങ്ങളുടെ പേരിൽ വർഷങ്ങളായി പല നിരപരാധികളും തെറ്റായി ശിക്ഷിക്കപ്പെട്ടിരുന്നു എന്നത് ഏറെ ദാരുണമാണ്. ഭൂമിയിലെ തന്നെ ഏറ്റവും മോശമായ ജയിലുകളിലൊന്നായി കണക്കാക്കപ്പെടുന്ന പെഡ്രിൻഹാസ് ജയിലിലാണ് ഇയാൾ ഇപ്പോൾ ഉള്ളത്. സുരക്ഷാ കാരണങ്ങളാൽ ഇയാളെ ഏകാന്ത തടവിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ആമസോൺ അതൊരു കാടായിരുന്നില്ല, മറിച്ച് അനന്തമായി പരന്നുകിടക്കുന്ന, ശ്വസിക്കുന്ന, ജീവനുള്ള ഒരു മഹാസമുദ്രമായിരുന്നു. പച്ചപ്പിന്റെ പല അടരുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു ലോകം. ആകാശത്തുനിന്ന് നോക്കിയാൽ ഭൂമിയുടെ നെഞ്ചിൽ പച്ചനിറത്തിലുള്ള ഒരു പുതപ്പ് വിരിച്ചതുപോലെ തോന്നും. എന്നാൽ താഴെ ആ വമ്പൻ മരങ്ങളുടെ വേരുകൾക്കിടയിൽ സമയം പോലും വഴിതെറ്റിപ്പോകുന്ന ഒരു നിഗൂഢതയുണ്ടായിരുന്നു. കാടിന് അതിന്റേതായ ഒരു താളമുണ്ടായിരുന്നു. ഇലകൾക്കിടയിലൂടെ അരിച്ചിറങ്ങുന്ന കാറ്റ്, ദൂരെ എവിടെയോ ഒഴുകുന്ന അരുവികളുടെ നേർത്ത സംഗീതം, ആയിരക്കണക്കിന് കീടങ്ങളുടെയും പക്ഷികളുടെയും ഒച്ചകൾ, ഇതെല്ലാം ചേർന്ന് ഒരു വല്ലാത്ത ലഹരി ആ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. വായുവിൽ എപ്പോഴും നനഞ്ഞ മണ്ണിന്റെയും ചീഞ്ഞെഴുകുന്ന ഇലകളുടെയും അപൂർവമായ കാട്ടുപൂക്കളുടെയും ഗന്ധം തങ്ങിനിന്നു. ആ ഗന്ധം ഒരേ സമയം മത്തുപിടിപ്പിക്കുന്നതും ശ്വാസം മുട്ടിക്കുന്നതുമായിരുന്നു. ഗ്രാമത്തിലെ മുതിർന്നവർ എപ്പോഴും പറയുമായിരുന്നു, കാട് തരുന്നതെന്തും ഇരുകൈയും നീട്ടി സ്വീകരിക്കുക, പക്ഷേ കാടിന്റെ ഉള്ളിലേക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് പോകരുത്. ആമസോൺ ഒരു അമ്മയെപ്പോലെയാണ്. അവൾ ഭക്ഷണം നൽകും, സംരക്ഷിക്കും. എന്നാൽ അവൾക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട്, വിശന്നുവലയുന്ന, കരുണയില്ലാത്ത ഒരു രാക്ഷസിയുടെ മുഖം. പക്ഷേ ലൂക്ക എന്ന 10 വയസ്സുകാരൻ ആ മുന്നറിയിപ്പുകൾ വെറും കഥകൾ മാത്രമായിരുന്നു. അവന്റെ കണ്ണുകളിൽ ആമസോൺ അദ്ഭുതങ്ങളുടെ കലവറയായിരുന്നു. അന്ന് ഉച്ചതിരിഞ്ഞ സമയമായിരുന്നു. സൂര്യൻ മരങ്ങളുടെ തലപ്പുകൾക്ക് മുകളിൽ കത്തിജ്വലിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും താഴെ കാടിന്റെ ഉള്ളിൽ മങ്ങിക്കെത്തുന്ന ഒരു സന്ധ്യാപ്രകാശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മരങ്ങളുടെ ഇടതൂർന്ന ശിഖരങ്ങൾ സൂര്യപ്രകാശത്തെ തടഞ്ഞു നിർത്തി കാടിനുള്ളിൽ എപ്പോഴും ഒരു പച്ചനിറത്തിലുള്ള ഇരുട്ട് നിലനിർത്തി. ലൂക്കയുടെ കൈയിൽ മുളകൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ കുട്ടിയുണ്ടായിരുന്നു. അവന്റെ ലക്ഷ്യം വ്യക്തമായിരുന്നു. കാടിന്റെ വടക്കുഭാഗത്ത് മാത്രം കാണപ്പെടുന്ന തേൻ പോലെ മധുരമുള്ള അസായി പഴങ്ങൾ. ഗ്രാമത്തിലെ അതിരുകൾ കടന്ന് കാട്ടിലേക്ക് കാലെടുത്തു വെച്ചു. അവന്റെ നഗ്നമായ പാദങ്ങൾ നനഞ്ഞ മണ്ണിൽ പതിഞ്ഞപ്പോൾ തണുത്ത ഒരു സ്പർശം അറിഞ്ഞു. ഉണങ്ങിയ ഇലകൾ അവന്റെ കാലുകൾക്കിടയിൽ ഞെരിഞ്ഞമർന്നു. ഓരോ ചുവടുവയ്ക്കുമ്പോഴും കാട് അവനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് പോലെ അവന് തോന്നി. ആദ്യത്തെ കുറച്ചു ദൂരം മനോഹരമായിരുന്നു. ഭീമാകാരമായ മരങ്ങൾ ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുന്നു. അവയുടെ വണ്ണമുള്ള തടികളിൽ പായലുകളും വള്ളിച്ചെടികളും പറ്റിപ്പിടിച്ചു വളർന്നിരുന്നു. ഇടയ്ക്കിടെ മരക്കൊമ്പുകളിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന വള്ളികളിൽ പിടിച്ചു തൂങ്ങി കുരങ്ങന്മാർ അങ്ങോട്ടുമിങ്ങോട്ടും ചാടുന്നത് അവൻ കണ്ടു. അവരുടെ ചിലച്ചിലുകൾ കാടിന്റെ നിശബ്ദതയെ ഭേദിച്ചു. വർണ്ണാഭമായ ചിറകുകളുള്ള വലിയ ചിത്രശലഭങ്ങൾ അവന്റെ മുഖത്തിന് നേരെ പറന്നുവന്നു. നീലയും മഞ്ഞയും ചുവപ്പും കലർന്ന അവയുടെ ചിറകുകൾ ഇരുളിൽ തിളങ്ങി. ലൂക്ക നടന്നുകൊണ്ടേയിരുന്നു. കാടിന്റെ സൗന്ദര്യം മാടിവിളിക്കുകയായിരുന്നു. വഴിയിൽ കണ്ട ചെറിയ പഴങ്ങളും പൂക്കളും അവൻ കുട്ടയിലിട്ടു. പക്ഷേ മനസ്സ് നിറയെ ആ മധുരമുള്ള അസായി പഴങ്ങളായിരുന്നു. മുതിർന്നവർ പോകാത്ത കാടിന്റെ കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയാൽ മാത്രമേ നല്ല പഴങ്ങൾ കിട്ടൂ എന്ന് അവനറിയാമായിരുന്നു. പതുക്കെ കാടിന്റെ സ്വഭാവം മാറിത്തുടങ്ങി. മരങ്ങൾ തമ്മിലുള്ള അകലം കുറഞ്ഞു. വള്ളിച്ചെടികൾ പാമ്പുകളെപ്പോലെ മരങ്ങളെ വരിഞ്ഞു മുറുക്കിയിരുന്നു. സൂര്യപ്രകാശം തീരെ കടന്നുവരാത്ത ഇടങ്ങളിലേക്ക് അവൻ എത്തിച്ചേർന്നു. ഇവിടെ വായുവിന് കൂടുതൽ ഭാരമുണ്ടായിരുന്നു. ശ്വസിക്കാൻ ചെറിയൊരു പ്രയാസം തോന്നിത്തുടങ്ങി. വിയർപ്പ് അവന്റെ നെറ്റിയിലൂടെ ഒലിച്ചിറങ്ങി കണ്ണുകളിൽ നീറ്റിലുണ്ടാക്കി. പെട്ടെന്ന് അവന്റെ കണ്ണുകൾ വിടർന്നു. മുന്നിൽ അല്പം ഉയരത്തിലായി വയലറ്റ് നിറത്തിൽ കുലകളായി തൂങ്ങിക്കിടക്കുന്ന അസായി പഴങ്ങൾ. ആ കാഴ്ച അവന്റെ എല്ലാ ക്ഷീണവും മാറ്റി. അവൻ ആവേശത്തോടെ അങ്ങോട്ടോടി പഴങ്ങൾ പറിച്ചെടുത്ത് ഒരെണ്ണം വായിലിട്ടു. നാവിൽ അലിഞ്ഞുചേരുന്ന മധുരം, കാടിന്റെ വന്യത മുഴുവൻ ആ ഒരു പഴത്തിൽ അടങ്ങിയിരുന്നത് പോലെ.
ആർത്തിപൂണ്ട് പഴങ്ങൾ പറിച്ചു കുട്ടയിലിടാൻ തുടങ്ങി. സമയം കടന്നുപോയത് അവൻ അറിഞ്ഞില്ല. കുട്ട നിറയെ പഴങ്ങളായി. തിരികെ പോകാൻ സമയമായി എന്ന് മനസ്സ് മന്ത്രിച്ചു. തിരിഞ്ഞു നോക്കി. അവിടെയാണ് അത് സംഭവിച്ചത്. അവൻ വന്ന വഴി കാണാനില്ലായിരുന്നു. ചുറ്റും ഒരേപോലെ തോന്നിക്കുന്ന വമ്പൻ മരങ്ങൾ മാത്രം. ഏത് ദിശയിൽ നിന്നാണ് അവൻ വന്നതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം കാടുവട്ടം ചുറ്റിയിരിക്കുന്നു. നിമിഷങ്ങൾക്ക് മുമ്പ് വരെ മനോഹരമായി തോന്നിയ പച്ചപ്പ് ഇപ്പോൾ ഭയാനകമായി തോന്നിത്തുടങ്ങി. മരങ്ങളുടെ വേരുകൾ അവനെ പിടിച്ചുകെട്ടാൻ വരുന്ന കൈകൾ പോലെ തോന്നിച്ചു. അമ്മാ, അവൻ പതുക്കെ വിളിച്ചു. അവന്റെ ശബ്ദം തൊണ്ടയിൽ കുടുങ്ങി. കാടിന്റെ വിശാലതയിൽ ആ വിളി ഒരു അലയൊലി പോലുമില്ലാതെ മാഞ്ഞുപോയി. കാട് പെട്ടെന്ന് നിശബ്ദമായി. അതുവരെ കേട്ടിരുന്ന പക്ഷികളുടെയും ചീവീടുകളുടെയും ശബ്ദം നിലച്ചു. ആ നിശബ്ദതയായിരുന്നു ഏറ്റവും വലിയ ഭീകരത. കാട് ശ്വാസമടക്കി പിടിച്ച് എന്തിനോ വേണ്ടി കാത്തിരിക്കുന്നത് പോലെ. ലൂക്കയുടെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. സ്വന്തം ഹൃദയമിടിപ്പിന്റെ ശബ്ദം ചെവിയിൽ മുഴങ്ങുന്നതായി അവൻ തോന്നി. അവന്റെ തൊലിപ്പുറത്ത് ഒരു തണുപ്പ് അരിച്ചു കയറി. ആരോ, അല്ലെങ്കിൽ എന്തോ തന്നെ ഉറ്റുനോക്കുന്നുണ്ട്. അത് വെറുമൊരു തോന്നലായിരുന്നില്ല. മരങ്ങളുടെ ഇരുണ്ട കോണുകളിൽ, ഇലകൾക്കിടയിലെ നിഴലുകളിൽ തിളങ്ങുന്ന കണ്ണുകൾ അവനെ പിന്തുടരുന്നുണ്ടായിരുന്നു. അവൻ ഓടാൻ തുടങ്ങി. ലക്ഷ്യമില്ലാതെ, വെപ്രാളത്തോടെ മുന്നോട്ട് കുതിച്ചു. മുള്ളുകൾ കൈകളിലും കാലുകളിലും പോറലുകൾ ഉണ്ടാക്കി. ചോര പൊടിഞ്ഞു. പക്ഷേ വേദന അറിഞ്ഞില്ല. രക്ഷപ്പെടണം, എങ്ങനെയെങ്കിലും വെളിച്ചമുള്ളിടത്ത് എത്തണം എന്ന ചിന്ത മാത്രം. ഓടുന്നതിനിടയിൽ അവൻ തട്ടി വീണു. കൈയിലുണ്ടായിരുന്ന കുട്ട തെറിച്ചുപോയി. മധുരമുള്ള പഴങ്ങൾ നനഞ്ഞ മണ്ണിൽ ചിതറി വീണു. എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് അത് കേട്ടത്. തൊട്ടുപിന്നിൽ ഉണങ്ങിയ ഇലകൾ ഞെരിയുന്ന ശബ്ദം. അതൊരു മൃഗത്തിന്റെ ചുവടുവയ്പായിരുന്നില്ല. അത് മനുഷ്യന്റേതുപോലെ ഭാരമുള്ള കാലടികൾ ആയിരുന്നു. തിരിഞ്ഞുനോക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല. അവന്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. മണ്ണിന്റെ മണം മാറി. പകരം പഴുകിയ മാംസത്തിന്റെ അഴുകിയ ഗന്ധം അവന്റെ മൂക്കിലേക്ക് തുളച്ചുകയറി. അവൻ പതുക്കെ തല തിരിച്ചു. 2 വമ്പൻ മരങ്ങൾക്കിടയിലെ ഇരുട്ടിൽ ഒരു നിഴൽ അനങ്ങി. അത് ഉയരമുള്ളതായിരുന്നു. മനുഷ്യനെപ്പോലെ തോന്നിപ്പിക്കുമെങ്കിലും അതിന്റെ രൂപത്തിന് കൃത്യമായ അതിരുകൾ ഉണ്ടായിരുന്നില്ല. അത് കാടിന്റെ ഭാഗം തന്നെയായിരുന്നു. ആ നിഴൽ പതുക്കെ അവനിലേക്ക് നീങ്ങി. ലൂക്ക നിലവിളിക്കാൻ വായ തുറന്നു. പക്ഷേ ശബ്ദം പുറത്തുവന്നില്ല. ഭയം ശബ്ദത്തെ വിഴുങ്ങിക്കളഞ്ഞിരുന്നു. കൺമുന്നിലെ കാഴ്ച മങ്ങിത്തുടങ്ങി. കാടിന്റെ പച്ചപ്പ് കറുപ്പായി മാറി. ആ നിഴൽ അവന്റെ തൊട്ടടുത്തെത്തി. തണുത്ത, പരുക്കൻ കൈകൾ സ്പർശിച്ചതായി അവൻ തോന്നി. അടുത്ത നിമിഷം ആമസോൺ കാട് വീണ്ടും സാധാരണ നിലയിലായി. ചീവീടുകൾ കരയാൻ തുടങ്ങി. പക്ഷികൾ ചിലച്ചു. കാറ്റ് മരച്ചില്ലകളെ തഴുകി. പക്ഷേ ആ മരത്തിന്റെ ചുവട്ടിൽ ചിതറിക്കിടന്ന അസായി പഴങ്ങളും മറിഞ്ഞുവീണ മുളക്കുട്ടയും മാത്രം ബാക്കിയായി. ലൂക്ക അവിടെ ഉണ്ടായിരുന്നില്ല. കാട് അവനെ വിഴുങ്ങിയിരുന്നു. മരങ്ങൾക്കിടയിലെ കാറ്റിൽ പോലും അവന്റെ ഒരു തേങ്ങൽ അവശേഷിച്ചില്ല. ആമസോൺ അതിന്റെ രഹസ്യം വീണ്ടും ഒളിപ്പിച്ചുവെച്ചു. ഗ്രാമത്തിൽ സന്ധ്യ മയങ്ങി. അമ്മ വാതിൽപ്പടിയിൽ കാത്തുനിന്നു. പക്ഷെ കാട്ടിൽ നിന്നുള്ള വഴി വിജനമായിരുന്നു. ഇരുട്ട് കനത്തതോടെ കാടിന്റെ ഉള്ളിൽ നിന്ന് ഒരു കൂമൻ നീട്ടി മൂളി. അത് ഒരു മുന്നറിയിപ്പായിരുന്നോ അതോ മരണത്തിന്റെ ക്ഷണമായിരുന്നോ എന്ന് ആർക്കും മനസ്സിലായില്ല. കാട് നിശബ്ദമായിരുന്നില്ല. പക്ഷേ തിരച്ചിൽ സംഘം അങ്ങേയറ്റം നിശബ്ദരായിരുന്നു. ലൂക്കയെ കാണാതായിട്ട് ഇപ്പോൾ 12 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഗ്രാമത്തിലെ മുതിർന്നവരും ചെറുപ്പക്കാരും അടങ്ങുന്ന സംഘം കാടിന്റെ വടക്കൻ മേഖല അരിച്ചുപെറുക്കുകയായിരുന്നു. അവരുടെ കയ്യിലുള്ള ടോർച്ചുകളുടെ വെളിച്ചം വമ്പൻ മരങ്ങളുടെ തടികളിൽ തട്ടിച്ചിതറി. മണ്ണിന് നനഞ്ഞ ചേമ്പിന്റെയും പഴുകിയ ഇലകളുടെയും ഗന്ധമായിരുന്നു. ഓരോ ചുവടുവയ്ക്കുമ്പോഴും കാട് അവരെ പിന്നോട്ട് വലിക്കുന്നത് പോലെ തോന്നി. പെട്ടെന്നാണ് മുന്നിൽ നടന്ന തോമസ് എന്ന യുവാവ് കൈയുയർത്തി എല്ലാവരോടും നിൽക്കാൻ ആവശ്യപ്പെട്ടത്. അവിടെ മുൾച്ചെടികൾ തിങ്ങിനിറഞ്ഞ ഒരു വള്ളിപ്പടർപ്പിന് നടുവിൽ എന്തോ ഒന്ന് കാറ്റിൽ ഇളകുന്നുണ്ടായിരുന്നു. എല്ലാവരും അങ്ങോട്ട് സൂക്ഷിച്ചു നോക്കി. പച്ചപ്പിനിടയിൽ വേറിട്ടു നിൽക്കുന്ന ഒരു നീല നിറം. തോമസ് വിറയ്ക്കുന്ന കൈകളോടെ മുൾച്ചെടികൾ വകഞ്ഞുമാറ്റി അത് പുറത്തെടുത്തു. അതൊരു ഷർട്ടിന്റെ കഷ്ണമായിരുന്നു. ലൂക്ക അന്ന് ധരിച്ചിരുന്ന അതേ നീല ഷർട്ട്. പക്ഷേ അത് സാധാരണഗതിയിൽ കീറിയതായിരുന്നില്ല. മൂർച്ചയുള്ള നഖങ്ങൾ കൊണ്ടോ ശക്തിയേറിയ മറ്റെന്തോ കൊണ്ടോ വലിച്ചു കീറപ്പെട്ടതുപോലെ അതിന്റെ നൂലുകൾ പുറത്തേക്ക് തള്ളിനിന്നിരുന്നു. ആ തുണിക്കഷ്ണത്തിൽ രക്തത്തിന്റെ ഉണങ്ങിയ പാടുകൾ ഉണ്ടായിരുന്നു. ഈശ്വരാ! ആരോ ഒരാൾ മന്ത്രിച്ചു. ആ ശബ്ദം കാടിന്റെ ഇരുട്ടിൽ തങ്ങിനിന്നു. കാടിന്റെ മണ്ണിൽ പതിഞ്ഞ കാലടികൾ ആ മുൾപ്പടർപ്പിനു മുന്നിൽ വെച്ച് അപ്രത്യക്ഷമായിരുന്നു. ആ കീറിപ്പറിഞ്ഞ വസ്ത്രമല്ലാതെ ലൂക്കയെന്ന കുട്ടിയുടെ മറ്റൊരു തെളിവ് പോലും ആമസോൺ ബാക്കി വെച്ചിരുന്നില്ല. ആ നിമിഷം പ്രതീക്ഷയുടെ അവസാനത്തെ നാളവും അണഞ്ഞുപോയി. കാട് ജയിച്ചിരിക്കുന്നു. അത് ഗ്രാമത്തിന് നൽകിയ സന്ദേശം വ്യക്തമായിരുന്നു. ഇവിടെ അതിക്രമിച്ച് കടക്കുന്നവർക്ക് മടക്കയാത്രയില്ല. ലൂക്കയുടെ തിരോധാനം കഴിഞ്ഞ് ഒരാഴ്ച പിന്നിട്ടു. സാന്റാ മരിയ എന്ന ആ ഗ്രാമം ഭയത്തിന്റെ പിടിയിലമർന്നു.
കാടിന്റെ അതിർത്തിയിലുള്ള ഈ ഗ്രാമം സാധാരണയായി ഉച്ചസമയത്ത് സജീവമാകാറുള്ളതാണ്. എന്നാൽ ഇപ്പോൾ സൂര്യൻ ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോഴും തെരുവുകൾ വിജനമായിരുന്നു. ഗ്രാമത്തിന്റെ ഘടന ലളിതമായിരുന്നു. ചെമ്മൻ പാതകൾക്ക് ഇരുവശവും തടികൊണ്ടും തകർഷീറ്റുകൾ കൊണ്ടും നിർമ്മിച്ച ചെറിയ വീടുകൾ. വീടുകൾക്ക് മുന്നിൽ ഉണക്കാനിട്ട ചോളത്തിന്റെ മണം കാറ്റിൽ നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ ആ മണത്തെക്കാൾ ശക്തമായി അവിടെ തങ്ങിനിന്നത് ഭയത്തിന്റെ ഗന്ധമായിരുന്നു. അമ്മമാർ തങ്ങളുടെ കുട്ടികളെ വീടിനുള്ളിൽ പൂട്ടിയിട്ടു. സന്ധ്യയാകുന്നതിന് മുമ്പ് തന്നെ ജനലുകൾ അടയ്ക്കപ്പെട്ടു. ഗ്രാമത്തിന്റെ കിഴക്കേ അറ്റത്ത്, കാടിനോട് ചേർന്നുള്ള ഭാഗത്ത് അധികമാരും പോകാറില്ലായിരുന്നു. അവിടെയാണ് പഴയ പള്ളി സ്ഥിതി ചെയ്തിരുന്നത്. അതിനപ്പുറം തുരുമ്പിച്ച തകർഷീറ്റുകൾ കൊണ്ട് മേഞ്ഞ ഒരു പഴയ ഷെഡ് ഉണ്ടായിരുന്നു. ആ ഷെഡിനു മുന്നിൽ എപ്പോഴും പഴയ സൈക്കിൾ ടയറുകളും തുരുമ്പിച്ച ചെയിനുകളും കൂട്ടിയിട്ടിട്ടുണ്ടാകും. അത് റിക്കാർഡോയുടെ ലോകമായിരുന്നു. റിക്കാർഡോ ഗ്രാമത്തിലെ എല്ലാവർക്കും സുപരിചിതനായ, ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത മനുഷ്യൻ. ആ ഗ്രാമത്തിലെ നിശ്ചലമായ അന്തരീക്ഷത്തിൽ ഇപ്പോഴും ജീവന്റെ തുടിപ്പ് അവശേഷിക്കുന്ന ഒരേയൊരു സ്ഥലം റിക്കാർഡോയുടെ വർക്ക്ഷോപ്പ് മാത്രമായിരുന്നു. അവിടെ നിന്ന് എപ്പോഴും പഴയ പാട്ടുകളുടെ നേർത്ത ശീലുകളും ലോഹത്തിൽ ചുറ്റിക കൊണ്ട് അടിക്കുന്ന താളവും കേൾക്കാമായിരുന്നു. റിക്കാർഡോയുടെ വർക്ക്ഷോപ്പിന് ഗ്രീസിന്റെയും റബ്ബറിന്റെയും പഴയ ഇരുമ്പിന്റെയും മണമായിരുന്നു. അതൊരു വൃത്തിഹീനമായ സ്ഥലമായി പുറമേ നിന്ന് തോന്നിയേക്കാം. വായുവിൽ എപ്പോഴും ലോഹപ്പൊടികൾ പാറിനടന്നിരുന്നു. എന്നാൽ കുട്ടികൾക്ക് അതൊരു അദ്ഭുത ലോകമായിരുന്നു. 40 വയസ്സ് തോന്നിക്കുന്ന തടിച്ച് ഉരുണ്ട ശരീരപ്രകൃതിയുള്ള ആളായിരുന്നു റിക്കാർഡോ. അവന്റെ മുഖം എപ്പോഴും വിയർപ്പിൽ കുളിച്ചിരിക്കും. കറുത്ത ഓയിൽ കറപുരണ്ട കൈകളും അഴുക്കുപിടിച്ച ഓവറോളും ആയിരുന്നു അവന്റെ വേഷം. പക്ഷേ ആ കഠിനമായ പുറമോടിക്കുള്ളിൽ കുട്ടികൾ കണ്ടത് ഒരു വലിയ കളിപ്പാട്ടത്തെയായിരുന്നു. ഹേയ് ചാമ്പ്യൻ, എന്താ നിന്റെ കുതിരയ്ക്ക് പറ്റിയത്? റിക്കാർഡോ ചോദിച്ചു. 10 വയസ്സുകാരനായ മിഗുവൽ തന്റെ സൈക്കിളുമായി വർക്ക്ഷോപ്പിലേക്ക് കയറി വന്നു. സൈക്കിളിന്റെ ചെയിൻ പൊട്ടിയിരുന്നു. ഇത് വീണ്ടും പൊട്ടി, റിക്കാർഡോ അങ്കിൾ, മിഗുവൽ സങ്കടത്തോടെ പറഞ്ഞു. റിക്കാർഡോ തന്റെ വലിയ കൈകൾ കൊണ്ട് ആ ചെറിയ സൈക്കിൾ പൊക്കിയെടുത്തു. അവന്റെ കൈകൾക്ക് വല്ലാത്ത കരുത്തുണ്ടായിരുന്നു. അവൻ ചിരിച്ചുകൊണ്ട് മിഗുവലിന്റെ തലമുടിയിൽ ഒന്ന് തലോടി. ആ സ്പർശത്തിൽ വാത്സല്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിഷമിക്കേണ്ട, നമ്മൾക്കിത് ശരിയാക്കാം. ഇവൻ പഴയതുപോലെ പായും. റിക്കാർഡോ ഒരു സ്റ്റൂൾ വലിച്ചിട്ട് മിഗുവലിനോട് ഇരിക്കാൻ പറഞ്ഞു. അവൻ പണി തുടങ്ങുമ്പോൾ മിഗുവൽ കൗതുകത്തോടെ നോക്കിയിരുന്നു. സ്പാനറുകളും സ്ക്രൂ ഡ്രൈവറുകളും റിക്കാർഡോയുടെ കൈകളിൽ വെറും കളിപ്പാട്ടങ്ങൾ പോലെ തോന്നി. അവൻ ജോലി ചെയ്യുമ്പോൾ മൂളിക്കൊണ്ടിരുന്നു. ഇടയ്ക്കിടെ പോക്കറ്റിൽ നിന്ന് ഒരു ചോക്ലേറ്റ് എടുത്ത് മിഗുവലിന് നീട്ടും. വീട്ടിൽ എല്ലാവരും പേടിച്ചിരിക്കുകയാണല്ലേ? സൈക്കിളിന്റെ ചക്രം കറക്കി നോക്കുന്നതിനിടയിൽ റിക്കാർഡോ ചോദിച്ചു. അവന്റെ സ്വരം ശാന്തമായിരുന്നു. അതെ ലൂക്കേ. മിഗുവൽ നിർത്തി. എനിക്കറിയാം. റിക്കാർഡോയുടെ മുഖം മങ്ങി. അവൻ നെടുവീർപ്പിട്ടു. പാവം കുട്ടി. കാട് ചിലപ്പോൾ അങ്ങനെയാണ്. വിശക്കുമ്പോൾ അത് ചോദിക്കാതെ എടുക്കും. അവൻ സൈക്കിൾ ശരിയാക്കി തിരികെ വെച്ചു. മിഗുവൽ പോക്കറ്റിൽ നിന്ന് ചുളിവുള്ള കുറച്ച് നോട്ടുകൾ എടുക്കാൻ ശ്രമിച്ചു. റിക്കാർഡോ അത് തടഞ്ഞു. വേണ്ട, അവൻ ചിരിച്ചു. അവന്റെ പല്ലുകൾക്കിടയിൽ പുകയിലയുടെ കറയുണ്ടായിരുന്നു. ഇതെന്നേക്കാൾ ആവശ്യം നിനക്കാണ്. പോയിട്ട് വരൂ. റിക്കാർഡോയുടെ ശബ്ദം അല്പം താഴ്ന്നു. അവൻ കുനിഞ്ഞ് മിഗുവലിന്റെ കണ്ണുകളിലേക്ക് നോക്കി. കാടിന്റെ അടുത്തേക്ക് പോകരുത് കേട്ടോ. സൂക്ഷിക്കണം. മിഗുവൽ തലയാട്ടി സന്തോഷത്തോടെ സൈക്കിളിൽ കയറിപ്പോയി. റിക്കാർഡോ അവൻ പോകുന്നത് നോക്കി നിന്നു. വെയിൽ ചാഞ്ഞു തുടങ്ങിയപ്പോൾ ഗ്രാമത്തിലെ മറ്റു കുട്ടികളും അവിടേക്ക് എത്തിത്തുടങ്ങി. ആർക്കും പണം നൽകേണ്ടതില്ല. റിക്കാർഡോ അവർക്ക് കഥകൾ പറഞ്ഞുകൊടുക്കും, സൈക്കിൾ നന്നാക്കി കൊടുക്കും. മാതാപിതാക്കൾക്ക് റിക്കാർഡോയെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. അവൻ ഒരു പാവമാണ്, ലൂക്കയുടെ അമ്മ പോലും ഒരിക്കൽ പറഞ്ഞിരുന്നു. സ്വന്തമായി കുടുംബമില്ലാത്തതിന്റെ സങ്കടം അവൻ തീർക്കുന്നത് ഈ കുട്ടികളിലൂടെയാണ്. ആർക്കും അവനെ സംശയമില്ലായിരുന്നു. അവന്റെ കണ്ണുകളിലെ തിളക്കം സ്നേഹമാണെന്ന് അവർ വിശ്വസിച്ചു. അവന്റെ പരുക്കൻ കൈകൾ സംരക്ഷണത്തിന്റേതാണെന്ന് അവർ കരുതി. പക്ഷേ സൂര്യൻ അസ്തമിച്ച് വർക്ക്ഷോപ്പിലെ വെളിച്ചം അണയുമ്പോൾ റിക്കാർഡോയുടെ മുഖത്തെ ചിരി മായുമായിരുന്നു. അവൻ തന്റെ വർക്ക്ഷോപ്പിന്റെ പിൻഭാഗത്തുള്ള പൂട്ടിയിട്ട മുറിയിലേക്ക് നോക്കും. അവിടെ ഇരുട്ടിൽ പഴയ സൈക്കിൾ പാർട്സുകൾക്കിടയിൽ ആരും കാണാത്ത ചില രഹസ്യങ്ങൾ അവൻ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രാമം മുഴുവൻ കാടിനെ ഭയക്കുമ്പോൾ യഥാർത്ഥ അപകടം അവരുടെ വീടിന്റെ തൊട്ടടുത്ത് ആ പഴയ വർക്ക്ഷോപ്പിനുള്ളിൽ ഗ്രീസിന്റെയും തുരുമ്പിന്റെയും മണത്തിനിടയിൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ആരും അത് അറിഞ്ഞില്ലെന്ന് മാത്രം. രാത്രി 9 മണി. സാന്റാ മരിയ ഗ്രാമം ഉറക്കത്തിലേക്ക് വഴുതി വീണു കഴിഞ്ഞിരുന്നു. വീടുകളിലെ വെളിച്ചങ്ങൾ ഒന്നൊന്നായി അണഞ്ഞു. ദൂരെ കാട്ടിൽ നിന്ന് കുറുക്കന്മാരുടെ ഓരിയിടൽ കേൾക്കാം. അത് ഗ്രാമത്തിന്റെ നിശബ്ദതയെ കീറിമുറിച്ചു. റിക്കാർഡോ തന്റെ വർക്ക്ഷോപ്പിന്റെ മുൻവശത്തെ വലിയ ഷട്ടർ താഴ്ത്തി.
തുരുമ്പിച്ച ഷട്ടർ താഴേക്ക് വീണപ്പോൾ വലിയൊരു ശബ്ദം മുഴങ്ങി. അതുവരെ അവന്റെ മുഖത്തുണ്ടായിരുന്ന ആ പ്രസന്നമായ ഭാവം ഷട്ടർ വീണയുടനെ മാഞ്ഞുപോയി. കണ്ണുകളിലെ തിളക്കം മാറി, പകരം അവിടെ തണുത്തുറഞ്ഞ ഒരു ഗൗരവം വന്നു നിറഞ്ഞു. വർക്ക്ഷോപ്പിനുള്ളിൽ ഇപ്പോൾ ഒരു മങ്ങിയ മഞ്ഞ വെളിച്ചം മാത്രമേയുള്ളൂ. തറയിൽ ചിതറിക്കിടക്കുന്ന സ്പാനറുകളും ബോൾട്ടുകളും വികൃതമായ നിഴലുകൾ ഉണ്ടാക്കി. അവൻ സാവധാനം വർക്ക്ഷോപ്പിന്റെ ഏറ്റവും പിന്നിലെ മൂലയിലേക്ക് നടന്നു. അവിടെ ഉപയോഗശൂന്യമായ പഴയ ടയറുകളും പൊളിഞ്ഞ സൈക്കിൾ ഫ്രെയിമുകളും ഒരു മല പോലെ കൂട്ടിയിട്ടിരുന്നു. പുറമേ നിന്ന് നോക്കുന്ന ആർക്കും അതൊരു പാഴ്വസ്തുക്കളുടെ കൂമ്പാരം മാത്രമാണ്. എന്നാൽ റിക്കാർഡോയ്ക്ക് അതൊരു മറയായിരുന്നു. അവൻ തന്റെ കരുത്തുറ്റ കൈകൾ കൊണ്ട് ആ ടയറുകൾ ഓരോന്നായി എടുത്തുമാറ്റി. അവയ്ക്ക് വലിയ ഭാരമുണ്ടായിരുന്നെങ്കിലും അവൻ അത് അനായാസം ചെയ്തു. ടയറുകൾ മാറ്റിയപ്പോൾ പുറംലോകത്തിന് അജ്ഞാതമായ ഒന്ന് അവിടെ തെളിഞ്ഞുവന്നു. അഴുക്കുപിടിച്ച ഭിത്തിയിൽ ഏകദേശം 4 അടി മാത്രം ഉയരമുള്ള ഒരു ചെറിയ തടിവാതിൽ. അത് വർക്ക്ഷോപ്പിന്റെ സ്വാഭാവിക ഘടനയിൽ പെട്ട ഒന്നായിരുന്നില്ല. മരത്തിന്റെ പലകകൾക്ക് കട്ടി കൂടുതലായിരുന്നു. വാതിലിന്റെ വിടവുകൾ റബ്ബർ ഷീറ്റുകൾ കൊണ്ട് ഭദ്രമായി അടച്ചിരിക്കുന്നു. ഉള്ളിലെ ശബ്ദം പുറത്തു വരാതിരിക്കാനോ പുറത്തെ വായു ഉള്ളിൽ കടക്കാതിരിക്കാനോ എന്ന പോലെ. റിക്കാർഡോ തന്റെ കഴുത്തിൽ കിടന്ന കറുത്ത ചരട് പുറത്തെടുത്തു. അതിൽ തിളങ്ങുന്ന ഒരു ചെറിയ താക്കോൽ ഉണ്ടായിരുന്നു. അവൻ കുനിഞ്ഞുനിന്ന് വാതിലിലെ വലിയ പൂട്ടിലേക്ക് താക്കോൽ തിരുകി. ക്ലിക്ക്! ആ ശബ്ദം വർക്ക്ഷോപ്പിലെ നിശബ്ദതയിൽ ഒരു വെടിശബ്ദം പോലെ മുഴങ്ങി. അവൻ പൂട്ടുമാറ്റി വാതിലിന്റെ കൊളുത്ത് പതുക്കെ നീക്കി. വാതിൽ തുറക്കുമ്പോൾ ഉണ്ടാകാറുള്ള കരകരപ്പുള്ള ശബ്ദം കേൾക്കാതിരിക്കാൻ അവൻ നേരത്തെ തന്നെ ഹിഞ്ചുകളിൽ ഓയിൽ ഒഴിച്ചിരുന്നു. വാതിൽ പാതി തുറന്നു. അതുവരെ വർക്ക്ഷോപ്പിൽ ഉണ്ടായിരുന്ന ഗ്രീസിന്റെയും തുരുമ്പിന്റെയും ഗന്ധം മാറി. ആ തുറന്ന വാതിലിലൂടെ പുറത്തേക്ക് വന്ന കാറ്റിന് വല്ലാത്തൊരു ഗന്ധമായിരുന്നു. പഴുകിയ ചോക്ലേറ്റിന്റെ മണവും ദിവസങ്ങളായി അടച്ചിട്ട മുറിയിലെ പൂപ്പലിന്റെ മണവും ഒപ്പം വളരെ നേർത്ത ബ്ലീച്ചിങ്ങിന്റെ ഗന്ധവും. അവൻ പൂർണ്ണമായും അകത്തേക്ക് കയറിയില്ല. വാതിലിന്റെ പടിയിൽ നിന്ന് അവൻ ഉള്ളിലേക്ക് ഒന്ന് എത്തിനോക്കി. ഉള്ളിൽ കൂരിരുട്ടായിരുന്നു. അവൻ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ ലൈറ്റർ കത്തിച്ചു. ആ മങ്ങിയ വെളിച്ചത്തിൽ മുറിയുടെ ഒരു ഭാഗം മാത്രം തെളിഞ്ഞു. തറയിൽ കോൺക്രീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. പകരം നനഞ്ഞ മണ്ണ്. ആ മണ്ണിന്റെ ഒരറ്റത്ത് ഭംഗിയായി മടക്കിവെച്ച ഒരു ചെറിയ സ്കൂൾ ബാഗ് ഇരിക്കുന്നു. അതിന് തൊട്ടടുത്ത് പിങ്ക് നിറത്തിലുള്ള ഒരു റിബൺ. അത് ഗ്രാമത്തിലെ ഏതെങ്കിലും കുട്ടിയുടേതായിരുന്നോ അതോ ലൂക്കയുടേതോ? പെട്ടെന്ന് മുറിയുടെ ഉള്ളിലെ ഇരുട്ടിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അതൊരു ശ്വാസമായിരുന്നു. ഭയന്നുവിറച്ച, പുറത്തേക്ക് വരാൻ മടിക്കുന്ന ഇടറിയ ഒരു ശ്വാസം. റിക്കാർഡോയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. പകൽ സമയത്ത് കുട്ടികൾക്ക് സമ്മാനിക്കുന്ന ആ സ്നേഹനിർഭരമായ ചിരിയല്ല, ഇത് വേട്ടക്കാരൻ ഇരയെ നോക്കി ചിരിക്കുന്നതുപോലെ ക്രൂരവും സംതൃപ്തവുമായ ഒരു ചിരിയായിരുന്നു. ഷ്! അവൻ വിരൽ ചുണ്ടോട് ചേർത്ത് ശബ്ദമുണ്ടാക്കി. മിണ്ടാതിരിക്കണം, പുറത്ത് ചെന്നായ്ക്കളുണ്ട്. അവൻ ലൈറ്റർ അണച്ചു. വീണ്ടും ഇരുട്ട്. അവൻ പതുക്കെ വാതിൽ വലിച്ചടച്ചു. ഇരുമ്പു കുട്ടിയിടുന്ന ശബ്ദം വീണ്ടും മുഴങ്ങി. ടയറുകൾ പഴയതുപോലെ വാതിലിനു മുന്നിൽ അടുക്കിവെച്ചു. സാന്റാ മരിയയിലെ പോലീസ് സ്റ്റേഷൻ നീലയും വെള്ളയും പെയിന്റടിച്ച, എന്നാൽ കാലപ്പഴക്കം കൊണ്ട് നിറം മങ്ങിയ ഒരു ചെറിയ കെട്ടിടമായിരുന്നു. ഉച്ചവെയിലിൽ ടാർപോളിൻ വിരിച്ച മേൽക്കൂരയിൽ നിന്ന് ചൂട് താഴേക്ക് അരിച്ചിറങ്ങി. സ്റ്റേഷനുള്ളിലെ ഫാൻ ഒരു ഞരക്കത്തോടെ മടിപിടിച്ചെന്ന പോലെ കറങ്ങിക്കൊണ്ടിരുന്നു. ഇൻസ്പെക്ടർ ലൂയിസ് തന്റെ മേശപ്പുറത്തിരുന്ന ഫയലുകൾക്കിടയിൽ നിന്ന് തലയുയർത്തി. നഗരത്തിൽ നിന്ന് സ്ഥലം മാറ്റം ലഭിച്ച് അയാൾ ഇവിടെയെത്തിയിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. 40കളിൽ എത്തിയ, നരച്ചു തുടങ്ങിയ മുടിയും ഉറക്കമില്ലാത്തതുകൊണ്ട് തളർന്ന കണ്ണുകളുമുള്ള ഒരു മനുഷ്യൻ. സിഗരറ്റിന്റെയും പഴുകിയ പേപ്പറിന്റെയും വിയർപ്പിന്റെയും ഗന്ധം ആ മുറിയിൽ തങ്ങി നിന്നിരുന്നു. അയാളുടെ മുന്നിലെ കസേരയിൽ ലൂക്കയുടെ മാതാപിതാക്കൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ലൂക്കയുടെ അമ്മ മരിയ കയ്യിലൊരു ഫോട്ടോ ഇറുക്കിപ്പിടിച്ചിരുന്നു. ആ ഫോട്ടോയിലെ ലൂക്കയുടെ ചിരിക്കുന്ന മുഖം വിയർപ്പുകൊണ്ട് നനഞ്ഞു കുതിർന്നിരുന്നു. അവരുടെ കണ്ണുകൾ കരിഞ്ഞു കലങ്ങിയിരുന്നു. പക്ഷേ ഇപ്പോൾ കണ്ണീർ വറ്റിയതുപോലെ തോന്നി. പകരം അവിടെ ശൂന്യത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാർ, ഒരാഴ്ചയായി, ലൂക്കയുടെ അച്ഛൻ മാർത്തോ തൊണ്ടയിടറിക്കൊണ്ട് പറഞ്ഞു. അയാളുടെ ശബ്ദം തീരെ നേർത്തതായിരുന്നു. എന്റെ മോൻ, അവനിപ്പോഴും ജീവനോടെയുണ്ടാകും. എനിക്കറിയാം. കാർഡ് അവനെ തിരികെ തരും. ലൂയിസ് ഒരു നിമിഷം അവരെ നോക്കി. ആ നോട്ടത്തിൽ സഹതാപമുണ്ടായിരുന്നെങ്കിലും അയാൾ അത് പുറത്തു കാണിച്ചില്ല. ഞാൻ ഫയലുകൾ നോക്കി, ലൂയിസ് തന്റെ പരുക്കൻ ശബ്ദത്തിൽ പറഞ്ഞു. തിരച്ചിൽ നിർത്തിവെക്കാനാണ് മേലധികാരികളുടെ ഉത്തരവ്. കാട്ടിൽ വെച്ച് കുട്ടിയുടെ വസ്ത്രം കിട്ടിയതുകൊണ്ട് വന്യമൃഗങ്ങൾ ആക്രമിച്ചു എന്നാണ് നിഗമനം. അല്ല, മരിയ പൊട്ടിത്തെറിച്ചു. അതൊരു അലർച്ചയായിരുന്നില്ല, മറിച്ച് ഹൃദയം തകർന്ന ഒരമ്മയുടെ നിലവിളിയായിരുന്നു. എന്റെ കുഞ്ഞിനെ മൃഗങ്ങളൊന്നും പിടിക്കില്ല. അവൻ കാടിനെ അറിയാം. ആരെങ്കിലും അവനെ
അവർക്ക് വാചകം മുഴുമിപ്പിക്കാനായില്ല. മാർത്തോ അവരെ ചേർത്തുപിടിച്ചു. ആ ദമ്പതികളുടെ നിഴലുകൾ സ്റ്റേഷനിലെ തറയിൽ വീണു. ആ നിഴലുകൾ പോലും വിറയ്ക്കുന്നതുപോലെ തോന്നി. അയാൾക്ക് അവരോട് സത്യം പറയാൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ മകൻ കാട്ടിൽ മാത്രമല്ല, ഈ ഫയലുകളിലെ ചുവപ്പ് നാടകൾക്കിടയിലും കാണാതായിരിക്കുകയാണ്. മാതാപിതാക്കൾ പോയതിനുശേഷം ലൂയിസ് സ്റ്റേഷന്റെ പിൻഭാഗത്തുള്ള വരാന്തയിലേക്ക് ഇറങ്ങി. അവിടെ സ്റ്റേഷൻ മേധാവി ക്യാപ്റ്റൻ ഗോമസ് ഒരു ചാരുകസേരയിൽ കിടക്കുന്നുണ്ടായിരുന്നു. കയ്യിലൊരു ഗ്ലാസ് മദ്യം. ഉച്ചസമയത്ത് പോലും മദ്യത്തിന്റെ രൂക്ഷഗന്ധം അയാളിൽ നിന്ന് വമിച്ചിരുന്നു. നീ എന്തിനാ ലൂയിസെ ആ പാവങ്ങളെ വെറുതെ പ്രതീക്ഷ നൽകി കൊതിപ്പിക്കുന്നത്? ഗോമസ് പരിഹാസത്തോടെ ചോദിച്ചു. അയാളുടെ കൊഴുത്ത ചുണ്ടുകളിൽ ഒരു ചിരി തങ്ങി നിന്നു. അതൊരു കുട്ടിയാണ് ക്യാപ്റ്റൻ, ലൂയിസ് അമർഷത്തോടെ പറഞ്ഞു. വെറും 10 വയസ്സ്. വസ്ത്രം കിട്ടി എന്ന് കരുതി അന്വേഷണം അവസാനിപ്പിക്കാൻ പറ്റില്ല. മൃഗങ്ങൾ ആക്രമിച്ചതാണെങ്കിൽ ശരീരഭാഗങ്ങൾ കിട്ടേണ്ടതല്ലേ? ഗോമസ് ഗ്ലാസ് താഴെ വെച്ചു. അയാളുടെ മുഖത്തെ ചിരി മാഞ്ഞു. ലൂയിസ്, ഇത് ആംസോനാണ്. ഇവിടെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. കാട് വിഴുങ്ങിയാൽ പിന്നെ തിരിച്ചു കിട്ടില്ല. നീ നിന്റെ പണി നോക്കിയാൽ മതി. ലൂയിസ് ചുറ്റും നോക്കി. സ്റ്റേഷന്റെ മുറ്റത്ത് 2 പുതിയ ജീപ്പുകൾ കിടക്കുന്നു. ആ ഗ്രാമത്തിലെ റോഡുകൾക്ക് അനുയോജ്യമല്ലാത്ത വിലകൂടിയ ജീപ്പുകൾ. ഗോമസിന്റെ കയ്യിലെ വാച്ച് അതൊരു സാധാരണ പോലീസുകാരന്റെ ശമ്പളം കൊണ്ട് വാങ്ങാൻ കഴിയുന്ന ഒന്നല്ല. അഴിമതി അവിടെ ഒരു രോഗം പോലെ പടർന്നു പിടിച്ചിരുന്നു. കാണാതാകുന്ന കുട്ടികളെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കാൻ കാടിന്റെ നിഗൂഢത ഒരു മറയാക്കി മാറ്റുകയാണവർ. ആർക്കോ വേണ്ടി എന്തോ വലിയൊരു സത്യം ഇവർ മൂടിവെക്കുന്നുണ്ട്. ഈ ഗ്രാമത്തിൽ കുട്ടികളെ കാണാതാകുന്നത് ഇതാദ്യമല്ലല്ലോ. ലൂയിസ് വിട്ടില്ല. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ 5 കുട്ടികൾ. എന്നിട്ടും ഒരു അന്വേഷണം പോലും പൂർത്തിയായിട്ടില്ല. ഗോമസ് എഴുന്നേറ്റു. അയാൾ ലൂയിസിന്റെ അടുത്തേക്ക് നടന്നു. അയാളുടെ ശ്വാസത്തിൽ മദ്യത്തിന്റെയും ഉള്ളിയുടെയും മണം. ചില സത്യങ്ങൾ മണ്ണിനടിയിൽ കിടക്കുന്നതാണ് നല്ലത്. ഇൻസ്പെക്ടർ, ഗോമസ് ശബ്ദം താഴ്ത്തി പറഞ്ഞു. നീ പുതിയ ആളാണ്. ഇവിടെ ജീവിക്കാൻ പഠിക്ക്. അല്ലെങ്കിൽ... അയാൾ വാചകം പൂർത്തിയാക്കിയില്ല. പകരം ലൂയിസിന്റെ തോളിൽ ഒന്ന് തട്ടിയിട്ട് അകത്തേക്ക് നടന്നു. ലൂയിസ് അവിടെ തന്നെ നിന്നു. ദൂരെ ആമസോൺ കാട് ഒരു ഭീമനെപ്പോലെ തലയുയർത്തി നിൽക്കുന്നു. കാട്ടിൽ മരങ്ങൾ ഇളകുന്നത് കണ്ടപ്പോൾ അവ തന്നെ നോക്കിച്ചിരിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. നിയമപാലകർ തന്നെ കള്ളന്മാരാകുന്ന ലോകത്ത് ലൂക്കയെപ്പോലുള്ള കുട്ടികൾക്ക് ആർ കാവൽ നിൽക്കും? അയാൾ പോക്കറ്റിൽ നിന്ന് മാർത്തോ നൽകിയ ലൂക്കയുടെ മറ്റൊരു ചെറിയ ഫോട്ടോ എടുത്തു നോക്കി. പിന്നെ തന്റെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ചു. പ്രതി കാടല്ല, കാടിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന മനുഷ്യരാണ്. വേട്ട തുടങ്ങേണ്ടിയിരിക്കുന്നു. പക്ഷേ ലൂയിസിന് അറിയില്ലായിരുന്നു, അയാൾ അന്വേഷിക്കുന്ന സത്യം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വെറും 2 തെരുവുകൾക്കപ്പുറം തുരുമ്പിച്ച ഒരു വർക്ക്ഷോപ്പിലെ ഇരുട്ടുമുറിയിൽ ശ്വാസമടക്കി പിടിച്ചിരിപ്പുണ്ടെന്ന്. സാന്റാ മരിയ ഗ്രാമത്തിൽ ഭയം ഒരു മൂടൽമഞ്ഞുപോലെ പടർന്നിട്ടുണ്ടെങ്കിലും കുട്ടികളുടെ കൗതുകത്തെ തടഞ്ഞു നിർത്താൻ അതിന് കഴിഞ്ഞില്ല. 8 വയസ്സുകാരിയായ ക്ലാര തന്റെ വീടിന്റെ പിൻഭാഗത്തുള്ള വേലിക്കരികിൽ നിൽക്കുകയായിരുന്നു. സമയം വൈകുന്നേരം 5 മണി കഴിഞ്ഞിരിക്കുന്നു. സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് താഴ്ന്നു തുടങ്ങി. ആകാശത്ത് ചെഞ്ചായം പടർന്നിരുന്നു. ബ്രൂണോ, അവൾ പതുക്കെ വിളിച്ചു. അവളുടെ പ്രിയപ്പെട്ട പട്ടിക്കുട്ടി. ബ്രൂണോയെ കാണാതായിട്ട് മണിക്കൂറുകളായി. കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. അമ്മ അറിഞ്ഞാൽ വഴക്കുപറയും. അച്ഛൻ അറിഞ്ഞാൽ ചിലപ്പോൾ തല്ലും കിട്ടും. അതുകൊണ്ട് ആരുമറിയാതെ ബ്രൂണോയെ കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. വീടിന്റെ വേലിക്കപ്പുറം കാടിന്റെ അതിർത്തി തുടങ്ങുന്ന ഇടവഴിയാണ്. അവിടെ വിജനമായിരുന്നു. അവൾ വേലി നുഴഞ്ഞു പുറത്തിറങ്ങി. ബ്രൂണോ, എവിടെയാ നീ? കാറ്റിൽ ഇലകൾ അനങ്ങുന്ന ശബ്ദം മാത്രം മറുപടിയായി വന്നു. നടന്ന് നടന്ന് അവൾ റിക്കാർഡോയുടെ വർക്ക്ഷോപ്പിന് സമീപമെത്തി. വർക്ക്ഷോപ്പ് അടച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ അതിനു മുന്നിൽ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. റിക്കാർഡോ. അവൻ തന്റെ സൈക്കിളിൽ എന്തോ മിനുക്കുപണി നടത്തുകയായിരുന്നു. ക്ലാരയെ കണ്ടതും അവൻ മുഖമുയർത്തി. അവന്റെ മുഖത്ത് ആ പഴയ പരിചിതമായ സ്നേഹം തുളുമ്പുന്ന ചിരി വിരിഞ്ഞു. ആഹാ, കുഞ്ഞു ക്ലാരയോ, എങ്ങോട്ടാ ഈ സന്ധ്യസമയത്ത്? അമ്മ വഴക്കു പറയില്ലേ? റിക്കാർഡോയുടെ ശബ്ദം തേൻ പോലെ മധുരമുള്ളതായിരുന്നു. ക്ലാര മടിച്ചു നിന്നു. റിക്കാർഡോ അങ്കിളിനോട് കള്ളം പറയേണ്ട കാര്യമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അങ്കിളല്ലേ എന്റെ ബ്രൂണോ. അവനെ കാണാനില്ല അങ്കിൾ. ഞാൻ നോക്കിയിട്ട് എവിടെയും കാണുന്നില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. റിക്കാർഡോ സൈക്കിൾ സ്റ്റാൻഡിൽ വെച്ചു. അവൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു. അവന്റെ ഓവറോളിൽ നിന്ന് ഗ്രീസിന്റെയും എന്തോ പഴുകിയ എണ്ണയുടെയും മണം വമിച്ചിരുന്നു. അവൻ മുട്ടുകുത്തിയിരുന്ന് അവളുടെ കണ്ണുനീർ തുടച്ചു. ആ കൈകൾ പരുക്കനായിരുന്നു, എങ്കിലും സ്പർശം മൃദുവായിരുന്നു. ബ്രൂണോയോ? ആ വെള്ളയിൽ കറുത്ത പുള്ളിയുള്ള വികൃതിക്കുട്ടനല്ലേ? ക്ലാര തലയാട്ടി. അവനെ ഞാൻ കണ്ടല്ലോ, റിക്കാർഡോ അത്ഭുതത്തോടെ പറഞ്ഞു. കുറച്ചു മുമ്പ് ആ വലിയ മാവിന്റെ ചുവട്ടിലേക്ക് ഓടിപ്പോകുന്നത് ഞാൻ കണ്ടു. ഞാൻ വിചാരിച്ചു നീയും അവിടെ കാണുമെന്ന്. വലിയ മാവ് നിൽക്കുന്നത് ഗ്രാമത്തിന്റെ അതിർത്തി കഴിഞ്ഞ്
കാടിന്റെ തുടക്കത്തിലാണ്. കാട്ടിലേക്കോ? ക്ലാരയുടെ മുഖത്ത് ഭയം നിഴലിച്ചു. അവിടെ പോകാൻ പാടില്ലെന്നാ അമ്മ പറഞ്ഞത്. റിക്കാർഡോ ചിരിച്ചു. ആ ചിരിയിൽ അവളുടെ ഭയത്തെ നിസ്സാരമാക്കുന്ന എന്തോ ഒന്നുണ്ടായിരുന്നു. അതൊക്കെ വെറും കഥകളല്ലേ മോളെ. ലൂക്ക വഴിതെറ്റിപ്പോയതാകും. മാത്രമല്ല, നമ്മൾ കാടിന്റെ ഉള്ളിലേക്കൊന്നും പോകുന്നില്ലല്ലോ. ആ മാവിന്റെ ചുവട്ടിൽ അവനുണ്ടാകും. നിനക്ക് പേടിയാണെങ്കിൽ ഞാൻ കൂടെ വരാം. നമുക്ക് അവനെ എടുത്ത് വേഗം തിരിച്ചുവരാം. അമ്മ അറിയുക പോലുമില്ല. അവൻ കൈ നീട്ടി. വാ, നമുക്ക് ബ്രൂണോയെ രക്ഷിക്കണ്ടേ? ക്ലാര ഒരു നിമിഷം ആലോചിച്ചു. ബ്രൂണോ അവിടെ ഒറ്റയ്ക്ക് പേടിച്ചിരിക്കുകയാകും. റിക്കാർഡോ അങ്കിൾ കൂടെയുണ്ടല്ലോ, പിന്നെ എന്തിനു പേടിക്കണം? അവൾ ആ നീട്ടിയ കൈയിൽ പിടിച്ചു. റിക്കാർഡോയുടെ കൈയിലെ തണുപ്പ് അവളുടെ ഉള്ളം കൈയിലേക്ക് പടർന്നു. അവർ നടക്കാൻ തുടങ്ങി. ഗ്രാമത്തിന്റെ സുരക്ഷിതമായ വെളിച്ചത്തിൽ നിന്ന് കാടിന്റെ ഇരുണ്ട നിഴലുകളിലേക്ക്. വഴിയിൽ ആരും അവരെ കണ്ടില്ല. സന്ധ്യയുടെ മങ്ങലിൽ മുതിർന്ന ഒരാളും കുട്ടിയും കൈകോർത്തു പോകുന്നത് കണ്ടാൽ അച്ഛനും മകളുമാണെന്നേ ആർക്കും തോന്നൂ. കാടിന്റെ അതിർത്തിയിലെത്തിയപ്പോൾ വായുവിന് തണുപ്പ് കൂടി. ചീവീടുകൾ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങിയിരുന്നു. അങ്കിൾ, മാവ് എവിടെയാ? ക്ലാര ചുറ്റും നോക്കി. ഇരുട്ട് കനക്കുന്നു. അതാ, ആ വളവിനപ്പുറം. റിക്കാർഡോയുടെ ശബ്ദത്തിന് ഇപ്പോൾ ചെറിയൊരു മാറ്റം വന്നിരുന്നു. പഴയ ആ മധുരം കുറഞ്ഞതുപോലെ. അവർ കാടിനുള്ളിലേക്ക് കടന്നു. മരങ്ങൾ അവർക്ക് ചുറ്റും ഒരു മതിൽ പോലെ വളർന്നു നിന്നു. പെട്ടെന്ന് റിക്കാർഡോ നിന്നു. ബ്രൂണോ ഇവിടെയില്ലല്ലോ, ക്ലാര പറഞ്ഞു. നമുക്ക് തിരിച്ചു പോകാം അങ്കിൾ. എനിക്ക് പേടിയാകുന്നു. അവൾ അവന്റെ കൈ വിടുവിക്കാൻ ശ്രമിച്ചു. പക്ഷേ റിക്കാർഡോയുടെ പിടി മുറുകി. അത് വേദനിക്കുന്നത്ര ശക്തമായിരുന്നു. അങ്കിൾ, കൈ വേദനിക്കുന്നു. അവൾ കരച്ചിലിന്റെ വക്കിലെത്തി. റിക്കാർഡോ പതിയെ തിരിഞ്ഞു. സന്ധ്യയുടെ അവസാന വെളിച്ചത്തിൽ അവന്റെ മുഖം പാതി ഇരുട്ടിലായിരുന്നു. അവന്റെ കണ്ണുകൾ, അതിൽ ഇപ്പോൾ സ്നേഹമില്ലായിരുന്നു. പകരം വിശന്നുവലയുന്ന ഒരു മൃഗത്തിന്റെ ക്രൂരമായ തിളക്കം മാത്രം. ബ്രൂണോ ഇവിടെയില്ല ക്ലാര, റിക്കാർഡോ പതുക്കെ പറഞ്ഞു. അവന്റെ ശബ്ദം കാറ്റിൽ ഒരു മുഴക്കം പോലെ തോന്നി. ബ്രൂണോ ഒരിക്കലും ഉണ്ടായിരുന്നില്ല, പക്ഷെ നീ ഇവിടെയുണ്ട്. അവൻ പോക്കറ്റിൽ നിന്ന് ഒരു ചോക്ലേറ്റ് എടുത്തു. ഇത് കഴിക്കൂ, അപ്പോൾ പേടി മാറും. ക്ലാര നിലവിളിക്കാൻ വായ തുറന്നു. പക്ഷേ റിക്കാർഡോയുടെ വലിയ കൈ അവളുടെ വായ പൊത്തിപ്പിടിച്ചു. അവന്റെ കൈകൾക്ക് ഗ്രീസിന്റെയും തുരുമ്പിന്റെയും പിന്നെ രക്തത്തിന്റെയും ഗന്ധമായിരുന്നു. കാടിന്റെ ഇരുട്ടിലേക്ക് അവൻ അവളെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. ഒരു കരിയില പോലും അനങ്ങാത്ത നിശബ്ദതയിലേക്ക്. സാന്റാ മരിയ ഗ്രാമത്തിൽ വീണ്ടും സന്ധ്യ മയങ്ങി. ക്ലാരയുടെ അമ്മ വാതിൽക്കൽ നിന്ന് മകളെ വിളിച്ചു. ക്ലാര. പക്ഷേ മറുപടിയായി കാറ്റിൽ ഒരു മൂളൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റിക്കാർഡോയുടെ വർക്ക്ഷോപ്പിലെ ഇരുണ്ട മുറിയിൽ ലൂക്കയുടെ സ്കൂൾ ബാഗിനരികിൽ വെക്കാൻ ഒരു പിങ്ക് ഹെയർ ബാൻഡ് കൂടി തയ്യാറായി കഴിഞ്ഞിരുന്നു. സൂര്യൻ ഉദിച്ചു ഉയർന്നെങ്കിലും സാന്റാ മരിയ ഗ്രാമത്തിന് അന്ന് വെളിച്ചമുണ്ടായിരുന്നില്ല. ക്ലാരയുടെ വീടിന് മുന്നിൽ ഒരു വലിയ ജനക്കൂട്ടം തടിച്ചുകൂടിയിരുന്നു. സ്ത്രീകളുടെ നിലവിളിയും പുരുഷന്മാരുടെ അമർഷവും അവിടെ തിങ്ങിനിറഞ്ഞു. അതിരാവിലെയാണ് അത് സംഭവിച്ചത്. കാണാതായെന്ന് കരുതിയ ബ്രൂണോ, ക്ലാരയുടെ പ്രിയപ്പെട്ട നായ, വീട്ടുമുറ്റത്ത് തിരിച്ചെത്തി. ആരും പിടിച്ചുകൊണ്ടുവന്നതല്ല, അവൻ തനിയെ ഓടി വന്നതാണ്. അവന്റെ കഴുത്തിൽ ഒരു പോറലുപോലുമില്ല. വിശന്നുവലഞ്ഞ അവൻ വീടിന്റെ വാതിലിൽ വന്നു മോങ്ങി. ആ കാഴ്ച ഗ്രാമവാസികളിൽ വലിയൊരു തിരിച്ചറിവുണ്ടാക്കി. അവൾ നായയെ അന്വേഷിച്ചാണ് പോയത്. പക്ഷേ നായ കാട്ടിൽ പോയിട്ടില്ല. ക്ലാരയുടെ അച്ഛൻ ജോസഫ് ജനക്കൂട്ടത്തിന് നടുവിൽ നിന്ന് അലറി. അയാളുടെ കണ്ണുകൾ ചുവന്നുകലങ്ങിയിരുന്നു. ഇത് ആരോ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. എന്റെ മോളെ ആരോ വിളിച്ചുകൊണ്ടുപോയതാണ്. ആ സത്യം ഒരു തീപ്പൊരി പോലെ പടർന്നു. ഭയം പെട്ടെന്ന് കോപത്തിന് വഴിമാറി. ആഴ്ചകളായി ഉള്ളിലൊതുക്കിയ സങ്കടവും രോഷവും അണക്കെട്ട് പൊട്ടിയതുപോലെ പുറത്തേക്ക് ഒഴുകി. പോലീസ് ഇതിന് ഉത്തരം നൽകിയേ തീരൂ, ആരോ വിളിച്ചു പറഞ്ഞു. അവർ നമ്മളെ വിഡ്ഢികളാക്കുകയാണ്. നമ്മുടെ കുട്ടികളെ ബലി കൊടുക്കുകയാണ്. ജനക്കൂട്ടം ഇളകിമറിഞ്ഞു. വീടുകളിൽ നിന്ന് കൂടുതൽ ആളുകൾ ഇറങ്ങി വന്നു. കയ്യിൽ കിട്ടിയ വടികളും കല്ലുകളുമായി അവർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ചെയ്തു. ചെമ്മൻ പാതയിൽ പൊടിപടലങ്ങൾ ഉയർന്നു. അന്തരീക്ഷത്തിൽ വിയർപ്പിന്റെയും പ്രതികാരത്തിന്റെയും ഗന്ധം നിറഞ്ഞു. പോലീസ് സ്റ്റേഷൻ മുന്നിൽ കാര്യങ്ങൾ കൈവിട്ടുപോകുന്ന അവസ്ഥയായിരുന്നു. 100ഓളം വരുന്ന ഗ്രാമവാസികൾ സ്റ്റേഷൻ വളഞ്ഞു. ഗോമസ് പുറത്തിറങ്ങി വാ, അവർ ആക്രോശിച്ചു. ആദ്യത്തെ കല്ല് സ്റ്റേഷന്റെ ജനൽച്ചില്ലിൽ പതിച്ചു. ഗ്ലാസ് തകരുന്ന ശബ്ദം കേട്ടതോടെ ആൾക്കൂട്ടത്തിന്റെ ആവേശം കൂടി. ഇൻസ്പെക്ടർ ലൂയിസ് വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. അയാൾക്ക് പിന്നാലെ തോക്കുമായി 2 കോൺസ്റ്റബിൾമാരും ഉണ്ടായിരുന്നു. എന്നാൽ ലൂയിസ് അവരോട് തോക്ക് താഴ്ത്താൻ ആംഗ്യം കാണിച്ചു. എല്ലാവരും ശാന്തരാകൂ, ലൂയിസ് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അയാളുടെ ശബ്ദം ബഹളത്തിൽ മുങ്ങിപ്പോയി. ഞങ്ങൾക്ക് ശാന്തരാകേണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ വേണം. ലൂക്കയുടെ അമ്മ മരിയ മുൻനിരയിലേക്ക് ഓടിവന്നു. ഒരാഴ്ചയായി. നിങ്ങൾ എന്തു ചെയ്തു? ലൂയിസിന് മറുപടിയില്ലായിരുന്നു. അയാൾക്ക് അവരുടെ വേദന മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. അയാളുടെ കണ്ണുകളിൽ കുറ്റബോധം നിഴലിച്ചു. എന്നാൽ ക്യാപ്റ്റൻ ഗോമസ് ഭയന്നുവിറച്ച് തന്റെ മുറിക്കുള്ളിൽ തന്നെ ഇരുന്നു.
അയാൾ ഫോണിലൂടെ നഗരത്തിലേക്ക് വിളിച്ച് കൂടുതൽ സേനയെ അയക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ആൾക്കൂട്ടം സ്റ്റേഷന്റെ ഗേറ്റ് തകർക്കാൻ തുടങ്ങി. തുരുമ്പിച്ച ഇരുമ്പ് ഗേറ്റ് അവരുടെ തള്ളലിൽ ഇളകി. സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായി. ലൂയിസ് അറിയാതെ തന്റെ തോക്കിന്റെ ഹോൾസ്റ്ററിൽ കൈവച്ചുപോയി. വെടിവെപ്പുണ്ടായാൽ അത് ചിന്തിക്കാൻ പോലും അയാൾക്ക് കഴിഞ്ഞില്ല. ആ നിമിഷമാണ് ആ ശബ്ദം കേട്ടത്. നിർത്തൂ! ഘനഗാംഭീര്യമുള്ള എന്നാൽ ശാന്തമായ ഒരു ശബ്ദം. ആൾക്കൂട്ടം തിരിഞ്ഞുനോക്കി. വഴിയിൽ തന്റെ പഴയ ജീപ്പിന് മുകളിൽ കയറി റിക്കാർഡോ നിൽക്കുന്നു. അവൻ കൈകൾ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. അവന്റെ ഓവറോളിൽ ഇപ്പോഴും ഗ്രീസിന്റെ കറയുണ്ട്. മുഖത്ത് അങ്ങേയറ്റത്തെ വേദനയും സങ്കടവും. സഹോദരങ്ങളെ, നിർത്തൂ! റിക്കാർഡോ എല്ലാവരെയും നോക്കി കൈകൂപ്പി. ഇങ്ങനെയാണോ നമ്മൾ ക്ലാരയെയും ലൂക്കയെയും കണ്ടെത്താൻ പോകുന്നത്? പോലീസുകാരെ ഉപദ്രവിച്ചാൽ നമ്മുടെ മക്കൾ തിരിച്ചുവരുമോ? അവന്റെ വാക്കുകൾക്ക് ഒരു വല്ലാത്ത ശക്തിയുണ്ടായിരുന്നു. ഗ്രാമത്തിലെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ് റിക്കാർഡോ. കുട്ടികളുടെ കൂട്ടുകാരൻ. ആരും വെറുക്കാത്ത മനുഷ്യൻ. ബഹളം പതുക്കെ കുറഞ്ഞു. കല്ലുകൾ താഴെ വീണു. എനിക്കും വേദനയുണ്ട്, റിക്കാർഡോ തുടർന്നു. അവൻ കണ്ണുകൾ തുടയ്ക്കുന്നതായി അഭിനയിച്ചു. ആ കുട്ടികൾ എന്റെ വർക്ക്ഷോപ്പിൽ വരാറുള്ളവരാണ്. എനിക്ക് സ്വന്തം മക്കളെപ്പോലെയാണ്. നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടത് തമ്മിലടിക്കുകയില്ല, നമ്മൾ ഒന്നിക്കണം. അവൻ ജീപ്പിൽ നിന്ന് താഴെയിറങ്ങി ലൂയിസിന്റെ അടുത്തേക്ക് നടന്നു. പിന്നെ ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞു. എനിക്ക് കാടിനെ അറിയാം. അതിന്റെ ഓരോ മുക്കും മൂലയും എനിക്കറിയാം. പോലീസിന് കാട് അറിയില്ലായിരിക്കാം. ഞാൻ ഇവരുടെ കൂടെ പോകും. എന്റെ ജീവൻ കളഞ്ഞും ഞാൻ നോക്കും. നിങ്ങൾ പോലീസിനെ വിശ്വസിക്കുന്നില്ലെങ്കിൽ എന്നെ വിശ്വസിക്കൂ. ജനക്കൂട്ടത്തിൽ മൗനം പരന്നു. റിക്കാർഡോ പറയുന്നത് ശരിയാണ്, ആരോ പറഞ്ഞു. അവന് കാട് അറിയാം. അവൻ നമ്മുടെ ആളാണ്. അവൻ കൂടെയുണ്ടെങ്കിൽ പോലീസ് ഉഴുപ്പില്ല. റിക്കാർഡോ ലൂയിസിനെ നോക്കി ഒന്ന് കണ്ണിറുക്കി. അത് ആശ്വാസത്തിന്റെ കണ്ണിറുക്കലാണെന്ന് ലൂയിസ് കരുതി. പക്ഷേ അത് വരാനിരിക്കുന്ന വലിയൊരു ചതിയുടെ സൂചനയായിരുന്നു. അരമണിക്കൂറിനുള്ളിൽ പോലീസ് സ്റ്റേഷനിലെ അന്തരീക്ഷം മാറി. റിക്കാർഡോ ഇപ്പോൾ സ്റ്റേഷനുള്ളിലാണ്. ഇൻസ്പെക്ടർ ലൂയിസിന്റെ ടേബിളിൽ വിരിച്ചിട്ട ഭൂപടത്തിനു മുന്നിൽ അവൻ നിൽക്കുന്നു. ക്യാപ്റ്റൻ ഗോമസ് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു. നന്ദിയുണ്ട് റിക്കാർഡോ, ഗോമസ് പറഞ്ഞു. നീ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ ചോരപ്പുഴ ഒഴുകിയേനെ. അതൊക്കെ പോട്ടെ ക്യാപ്റ്റൻ, റിക്കാർഡോ വിനയത്തോടെ പറഞ്ഞു. കുട്ടികളെ കണ്ടുപിടിക്കുക എന്നതല്ലേ പ്രധാനം. ലൂയിസ് റിക്കാർഡോയെ ശ്രദ്ധിച്ചു. ഇത്രയും വലിയൊരു സംഘർഷം ഒറ്റയ്ക്ക് ശാന്തമാക്കാൻ കഴിയുന്ന ഇവന്റെ സ്വാധീനം അത്ഭുതകരമാണ്. നമ്മൾ എവിടെയാണ് തിരച്ചിൽ തുടങ്ങേണ്ടത്? ലൂയിസ് ചോദിച്ചു. റിക്കാർഡോ ഭൂപടത്തിൽ വിരൽ വെച്ചു. അവന്റെ വിരൽ വർക്ക്ഷോപ്പിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള കാടിന്റെ കിഴക്കൻ മേഖലയിലുള്ള ചതുപ്പ് നിലങ്ങളിലേക്ക് നീങ്ങി. ഇവിടെ, റിക്കാർഡോ ഉറപ്പിച്ചു പറഞ്ഞു. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയവരാണെങ്കിൽ അവർ തീർച്ചയായും ഈ ഗുഹകളിലാകും ഒളിച്ചിരിക്കുക. അവിടേക്കാണ് നമ്മൾ പോകേണ്ടത്. റിക്കാർഡോ പോലീസിനെയും അന്വേഷണ സംഘത്തെയും വിപരീത ദിശയിലേക്ക് നയിച്ചു. നിനക്ക് ഉറപ്പാണോ? ലൂയിസ് ഭൂപടത്തിലേക്ക് നോക്കി ചോദിച്ചു. 100%. റിക്കാർഡോയുടെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവുമില്ലായിരുന്നു. ഞാൻ ഇന്നലെ രാത്രി അവിടെ ചില വെളിച്ചങ്ങൾ കണ്ടിരുന്നു. അന്ന് ഞാൻ കാര്യമാക്കിയില്ല, പക്ഷേ ഇപ്പോൾ. ശരി, ലൂയിസ് എഴുന്നേറ്റു. നമ്മൾ അങ്ങോട്ട് പോകുന്നു. റിക്കാർഡോ, നീ ഞങ്ങളെ നയിക്കണം. തീർച്ചയായും സാർ. അത് എന്റെ കടമയല്ലേ? റിക്കാർഡോ പറഞ്ഞു. അവൻ ജീപ്പിലേക്ക് കയറുമ്പോൾ തന്റെ പോക്കറ്റിൽ കിടന്ന താക്കോൽ കൂട്ടം ഒന്ന് അമർത്തി നോക്കി. വർക്ക്ഷോപ്പിലെ രഹസ്യമുറിയുടെ താക്കോൽ സുരക്ഷിതമാണ്. പോലീസ് ജീപ്പുകൾ സൈറൻ മുഴുക്കി കാടിന്റെ കിഴക്കൻ മേഖലയിലേക്ക് കുതിച്ചു. റിക്കാർഡോ മുൻസീറ്റിൽ ലൂയിസിന്റെ ഒപ്പം ഇരുന്നു. കാറ്റ് അവന്റെ മുഖത്തടിച്ചപ്പോൾ അവൻ ഉള്ളിൽ ചിരിച്ചു. ഇനി ആരും ആ പഴയ വർക്ക്ഷോപ്പിലേക്ക് നോക്കുക പോലുമില്ല. തന്റെ ഇരകൾ സുരക്ഷിതരാണ്. വേട്ടക്കാരൻ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വേഷത്തിലാണ്. പക്ഷേ റിക്കാർഡോ ഒന്ന് മറന്നിരുന്നു. ഇൻസ്പെക്ടർ ലൂയിസിന്റെ കണ്ണുകൾ അയാളുടെ വാക്കുകളേക്കാൾ അയാളുടെ ശരീരഭാഷയാണ് നിരീക്ഷിച്ചിരുന്നത്. റിക്കാർഡോയുടെ അമിതമായ ആത്മവിശ്വാസത്തിൽ എവിടെയോ ഒരു കല്ലുകടി ലൂയിസിന് അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു. ജീപ്പ് കാടിന്റെ ഇരുളിലേക്ക് മറഞ്ഞു. ഒപ്പം സത്യവും. സമയം ഉച്ചയോട് അടുത്തെങ്കിലും ആമസോണിലെ ചതുപ്പ് നിലങ്ങളിൽ ഇപ്പോഴും സന്ധ്യയുടെ ഇരുട്ടായിരുന്നു. മരങ്ങൾ തിങ്ങിനിറഞ്ഞ ഈ ഭാഗത്ത് സൂര്യപ്രകാശം എത്തുകയേ ഇല്ല. കാൽ വെക്കുമ്പോൾ മുട്ടോളം താഴുന്ന കറുത്ത ചെളി. അന്തരീക്ഷത്തിൽ ചീഞ്ഞ മുട്ടയുടെയും അഴുകിയ സസ്യങ്ങളുടെയും രൂക്ഷഗന്ധം ഉണ്ടായിരുന്നു. അത് ശ്വസിക്കുമ്പോൾ തന്നെ ഓക്കാനം വരും. ഇനിയും എത്ര ദൂരം പോകണം റിക്കാർഡോ? ക്യാപ്റ്റൻ ഗോമസ് കിതച്ചുകൊണ്ട് ചോദിച്ചു. അയാളുടെ യൂണിഫോം ചെളിയിൽ കുളിച്ചിരുന്നു. അടുത്തെത്തി ക്യാപ്റ്റൻ. ആ കാണുന്ന വൻമരങ്ങൾക്ക് അപ്പുറമാണ് ഗുഹകൾ. റിക്കാർഡോ മുന്നിൽ നടന്നു. ചെളി നിറഞ്ഞ പാത അവൻ ഒരു തടസ്സമേ അല്ലായിരുന്നു. ഇൻസ്പെക്ടർ ലൂയിസ് ചുറ്റും നോക്കി. ഇവിടെ മനുഷ്യവാസം അസാധ്യമാണ്. വിഷപ്പാമ്പുകളും രക്തം കുടിക്കുന്ന അട്ടകളും നിറഞ്ഞ സ്ഥലം. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയവർ ഇവിടെ ഒളിച്ചിരിക്കുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഇവിടെ ആരെങ്കിലും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലൂയിസ് സംശയം പ്രകടിപ്പിച്ചു. സാറിന് കാടിനെ അറിയില്ല. റിക്കാർഡോ ചിരിച്ചു.
ഇതാണ് ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം. പോലീസ് ഇങ്ങോട്ട് വരില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ ഇവിടം തിരഞ്ഞെടുത്തത്. പെട്ടെന്ന് മുന്നിൽ നടന്ന ഒരു കോൺസ്റ്റബിൾ വിളിച്ചു പറഞ്ഞു, സാർ, അവിടെ ഒരു പുക കാണുന്നു. എല്ലാവരും അങ്ങോട്ട് നോക്കി. വൻമരങ്ങൾക്കിടയിൽ ഒരു ചെറിയ കൂരയിൽ നിന്ന് നേർത്ത പുക ഉയരുന്നു. ഉണങ്ങിയ ഇലകളും മരത്തോലും കൊണ്ട് ഉണ്ടാക്കിയ തീരെ ചെറിയൊരു കുടിൽ. റിക്കാർഡോയുടെ കണ്ണുകൾ തിളങ്ങി. അവൻ ഗോമസിനെ നോക്കി. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ? ഗോമസ് തന്റെ അരയിൽ നിന്ന് തോക്ക് വലിച്ചെടുത്തു. ആരും രക്ഷപ്പെടരുത്. ആ കുടിലിനുള്ളിൽ ഉണ്ടായിരുന്നത് ഒരു വൃദ്ധനും 18 വയസ്സ് മാത്രം തോന്നിക്കുന്ന ഒരു മെലിഞ്ഞ യുവാവും ആയിരുന്നു. കാട്ടിൽ നിന്ന് തേനും ഔഷധങ്ങളും ശേഖരിച്ച് ഉപജീവനം നടത്തുന്ന കബോക്ലോ വംശജരായ പാവപ്പെട്ടവർ. പുറംലോകവുമായി അവർക്ക് വലിയ ബന്ധമൊന്നുമില്ലായിരുന്നു. പോലീസ് സംഘം വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്തേക്ക് കയറിയപ്പോൾ അവർ ഭക്ഷണം കഴിക്കുകയായിരുന്നു. എവിടെടാ കുട്ടികൾ? ഗോമസ് അലറി. ആ വൃദ്ധൻ ഭയന്ന് വിറച്ചു. കയ്യിലിരുന്ന മരപാത്രം താഴെ വീണു. കഞ്ഞി തറയിൽ പരന്നൊഴുകി. സാർ, ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. ആ യുവാവ് മുട്ടുകുത്തി കൈകൂപ്പി. അവരുടെ ഭാഷ പോലീസുകാർക്ക് വ്യക്തമായി മനസ്സിലായില്ല. അറിയില്ലേ? നിനക്കൊന്നും അറിയില്ലല്ലേ? ഗോമസ് ആ യുവാവിന്റെ മുഖത്ത് ആഞ്ഞുചുവിട്ടി. അവൻ തെറിച്ചുപോയി ഭിത്തിയിൽ ഇടിച്ചു. നിർത്തൂ! ലൂയിസ് ഓടിവന്ന് ഗോമസിനെ തടഞ്ഞു. അവർ നിരപരാധികളാണെന്ന് തോന്നുന്നു. ഒരു തെളിവുമില്ലാതെ ഇങ്ങനെ ഉപദ്രവിക്കരുത്. തെളിവോ? ഗോമസ് പുച്ഛത്തോടെ ചിരിച്ചു. അയാൾ കുടിലിന്റെ ഒരു മൂലയിലേക്ക് ചൂണ്ടി. അവിടെ കുറച്ച് പഴയ തുണികൾ കൂട്ടിയിട്ടിരുന്നു. അതാ നോക്ക്, അത് കുട്ടികളുടെ വസ്ത്രങ്ങളല്ലേ? ലൂയിസ് അങ്ങോട്ട് നോക്കി. അത് വെറും കീറത്തുണികൾ മാത്രമാണ്. കുട്ടികളുടെ വസ്ത്രങ്ങളുമായി അതിന് യാതൊരു ബന്ധവുമില്ല. പക്ഷേ റിക്കാർഡോ ഇടയിൽ കയറി. അവൻ ആ തുണികൾക്കിടയിൽ നിന്ന് ഒരു ചെറിയ ചുവന്ന റിബൺ എടുത്തുയർത്തി. ക്യാപ്റ്റൻ, ഇത് നോക്കൂ. ഇത് ക്ലാരയുടെ റിബൺ പോലെയുണ്ട്. അതൊരു കള്ളമായിരുന്നു. ക്ലാരയ്ക്ക് ചുവന്ന റിബൺ ഇല്ലായിരുന്നു. റിക്കാർഡോ അത് കയ്യിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്നതാണ്. പക്ഷേ ആ നിമിഷം അത് പരിശോധിക്കാൻ ആരും നിന്നില്ല. കണ്ടോ ലൂയിസ്, ഇതാണ് തെളിവ്, ഗോമസ് ആക്രോശിച്ചു. ഇവന്മാരാണ് അത് ചെയ്തത്. ഇവന്മാരെ സ്റ്റേഷനിലെത്തിച്ച് ഒന്ന് പെരുമാറിയാൽ ബാക്കി കുട്ടികൾ എവിടെയുണ്ടെന്ന് ഇവർ തത്ത പറയുന്നത് പോലെ പറയും. 2 കോൺസ്റ്റബിൾമാർ ചേർന്ന് ആ യുവാവിനെയും വൃദ്ധനെയും വലിച്ചിഴച്ചു. അവർ ഉറക്കെ കരഞ്ഞു. അവരുടെ നിലവിളി ചൊതുപ്പിലെ നിശബ്ദതയെ കീറിമുറിച്ചു. റിക്കാർഡോ മാറി നിന്ന് എല്ലാം വീക്ഷിച്ചു. അവന്റെ മുഖത്ത് സഹതാപം അഭിനയിച്ചുള്ള ഒരു ഭാവമായിരുന്നു. പാവങ്ങൾ, വിശപ്പ് മാറ്റാൻ കുട്ടികളെ വിൽക്കുന്ന അവസ്ഥ. അവൻ നെടുവീർപ്പിട്ടു. പക്ഷേ നിയമമല്ലേ സാർ? ലൂയിസിന് വല്ലാത്തൊരു മനംപിരട്ടൽ അനുഭവപ്പെട്ടു. കൺമുന്നിൽ നടക്കുന്നത് വലിയൊരു നീതിനിഷേധമാണെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. ആ പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണുകളിലെ ഭയം, അത് കള്ളന്മാരുടേതല്ല, ഇരകളുടേതാണ്. പക്ഷേ ആ റിബൺ, അതെങ്ങനെ അവിടെ വന്നു? വൈകുന്നേരത്തോടെ ഗ്രാമത്തിൽ വാർത്ത പരന്നു. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയവരെ പോലീസ് പിടിച്ചു. കാട്ടിലെ ഗുഹയിൽ താമസിക്കുന്നവരാണ്. പോലീസ് ജീപ്പ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ഗ്രാമവാസികൾ ആവേശത്തോടെ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. ജീപ്പിൽ നിന്ന് ചോരയിൽ കുളിച്ച ആ യുവാവിനെയും വൃദ്ധനെയും പോലീസ് വലിച്ചിറക്കി. ജനം കൂവി വിളിച്ചു. ചിലർ അവർക്ക് നേരെ കല്ലെറിഞ്ഞു. എവിടെ ഞങ്ങളുടെ കുട്ടികൾ? ആ പാവപ്പെട്ട മനുഷ്യർക്ക് മറുപടി പറയാൻ ശബ്ദമുണ്ടായിരുന്നില്ല. അവർ തല്ലുകൊണ്ട് അവശരായിരുന്നു. ക്യാപ്റ്റൻ ഗോമസ് ഒരു വീരപരിവേഷത്തോടെ ജനങ്ങൾക്ക് മുന്നിൽ നിന്നു. ഭയപ്പെടേണ്ട, കുറ്റവാളികൾ ഞങ്ങളുടെ പിടിയിലായി. ബാക്കി വിവരങ്ങൾ ഞങ്ങൾ ഇവരിൽ നിന്ന് ചോദിച്ചറിഞ്ഞോളാം. കുട്ടികളെ ഉടൻ കണ്ടെത്തും. ജനം കൈയടിച്ചു. ഗോമസിന് ജയ് വിളിച്ചു. റിക്കാർഡോ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഗോമസിനെ നോക്കി ഒന്ന് ചിരിച്ചു. ഗോമസ് തിരിച്ചും. ഇൻസ്പെക്ടർ ലൂയിസ് മാത്രം ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി നിന്നു. അയാൾ ജീപ്പിന്റെ ടയറിലെ ചെളിയിലേക്ക് നോക്കി. ഇതൊരു നാടകമാണ്. ആരോ തിരക്കഥയെഴുതിയ നാടകം. റിക്കാർഡോ പതിയെ ലൂയിസിന്റെ അടുത്തേക്ക് വന്നു. സാർ, വിഷമിക്കേണ്ട, കുട്ടികളെ കിട്ടുമല്ലോ. അതാണ് പ്രധാനം. ലൂയിസ് റിക്കാർഡോയുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. ആദ്യമായി ആ കണ്ണുകളിൽ നിഷ്കളങ്കതയല്ല, മറിച്ച് മറ്റെന്തോ ഒന്ന്. ഒരു ഇരുട്ട് ലൂയിസ് കണ്ടു. ആ റിബൺ, റിക്കാർഡോ? ലൂയിസ് പതുക്കെ ചോദിച്ചു. നീ അത് എടുത്തപ്പോൾ അതിൽ ചെളി ഉണ്ടായിരുന്നില്ല. ആ കുടിലിലെ എല്ലാ സാധനങ്ങളിലും പൊടിയും ചെളിയും ഉണ്ടായിരുന്നു. പക്ഷേ ആ റിബൺ മാത്രം വൃത്തിയായി ഇരുന്നു. അതെങ്ങനെ? റിക്കാർഡോയുടെ മുഖത്തെ ചിരി ഒരു നിമിഷം മരവിച്ചു. പക്ഷേ പെട്ടെന്ന് അവൻ പഴയതുപോലെയായി. അവർ അത് സൂക്ഷിച്ചു വെച്ചതാകും സാർ. കുട്ടികളുടെ സാധനങ്ങളല്ലേ? അവൻ തോളുചരിച്ചു. ഞാൻ പോകട്ടെ സാർ, വർക്ക്ഷോപ്പ് തുറക്കണം. അവൻ നടന്നുപോയി. ലൂയിസ് അവൻ പോകുന്നതും നോക്കി നിന്നു. കാട്ടിലെ ചൊതുപ്പ് നിലങ്ങളിൽ നിന്ന് പോലീസ് ആ പാവപ്പെട്ടവരെ പിടികൂടി 2 ദിവസം കഴിഞ്ഞിരുന്നു. ഗ്രാമം പതുക്കെ ശാന്തമായി വരികയായിരുന്നു. എന്നാൽ ആ ശാന്തത കൊടുങ്കാറ്റിന് മുൻപുള്ളത് മാത്രമായിരുന്നു. പുലർച്ചെ 3 മണി. ഗ്രാമത്തിലെ പാൽക്കാരനായ പാബ്ലോ തന്റെ വണ്ടിയുമായി കാടിന്റെ അരികിലൂടെയുള്ള റോഡിലൂടെ വരികയായിരുന്നു. തണുത്ത കാറ്റും മൂടൽമഞ്ഞും നിറഞ്ഞ സമയം. റോഡിന്റെ ഒരു വളവിൽ പഴയൊരു ആൽമരം നിൽക്കുന്നുണ്ട്.
ഗ്രാമവാസികൾ സാധാരണയായി ഭയത്തോടെ മാത്രം നോക്കാറുള്ള മരം. പാബ്ലോ വണ്ടി തിരിക്കാൻ തുടങ്ങിയപ്പോഴാണ് മരച്ചുവട്ടിൽ മഞ്ഞുകട്ടകൾക്കിടയിൽ എന്തോ ഒന്ന് കണ്ടത്. ആദ്യം അവൻ കരുതിയത് ഏതെങ്കിലും വന്യമൃഗം ചത്തുകിടക്കുന്നതാകുമെന്നാണ്. അല്ലെങ്കിൽ ആരെങ്കിലും ഉപേക്ഷിച്ച പാവയോ മറ്റോ ആകും. കാരണം അതിന് തീരെ വലിപ്പമുണ്ടായിരുന്നില്ല. അവൻ സൈക്കിൾ നിർത്തി ടോർച്ചടിച്ചു. വെളിച്ചം മരച്ചുവട്ടിലേക്ക് നീണ്ടു. ആ കാഴ്ച കണ്ട നിമിഷം പാബ്ലോയുടെ ഹൃദയം നിലച്ചുപോയി. അവന്റെ കയ്യിൽ നിന്ന് ടോർച്ച് താഴെ വീണു. തൊണ്ടയിൽ നിന്ന് ശബ്ദം പുറത്തു വന്നില്ല, പകരം ഒരു ഞരക്കം മാത്രം. മരത്തിന്റെ ചുവട്ടിൽ ഒരു കുട്ടി കിടക്കുന്നുണ്ടായിരുന്നു. അത് ഡിയേഗോ ആയിരുന്നു. 12 വയസ്സ് മാത്രം പ്രായമുള്ള, ഗ്രാമത്തിലെ ഫുട്ബോൾ മൈതാനത്ത് എപ്പോഴും ചിരിച്ചുകൊണ്ട് ഓടിനടക്കാറുള്ള ഡിയേഗോ. അവൻ അന്ന് ധരിച്ചിരുന്നത് അവന്റെ പ്രിയപ്പെട്ട 10-ാം നമ്പർ ജേഴ്സി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ജേഴ്സി രക്തത്തിൽ കുതിർന്നിരുന്നു. അവൻ വെറുതെ മരിച്ചുകിടക്കുകയായിരുന്നില്ല, ആരോ അവനെ ഒരു പാവയെപ്പോലെ അലങ്കരിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അവന്റെ ചെറിയ കൈകാലുകൾ ഒടിച്ച് വികൃതമായ രീതിയിൽ പിരിച്ചുവെച്ച് ഒരു നക്ഷത്രത്തിന്റെ ആകൃതിയിൽ കിടത്തിയിരിക്കുന്നു. ഏറ്റവും ഭീകരമായ കാഴ്ച അതായിരുന്നില്ല അവന്റെ തല. അത് ഉടലിൽ ഉണ്ടായിരുന്നില്ല, അത് മരത്തിന്റെ ഒരു പൊത്തിൽ എല്ലാവരെയും നോക്കിച്ചിരിക്കുന്നതുപോലെ വെച്ചിരിക്കുകയായിരുന്നു. ഉടലിലാകെ കത്തികൊണ്ട് വരഞ്ഞ വിചിത്രമായ അടയാളങ്ങൾ. ചുറ്റും കറുത്ത മെഴുകുതിരികൾ കത്തിച്ചു വെച്ചിരിക്കുന്നു. ഉണങ്ങിയ രക്തത്തിന് ചുറ്റും ചോരനിറമുള്ള കാട്ടുപൂക്കൾ വിതറിയിട്ടുണ്ട്. ആമസോൺ കാറ്റ് പോലും ആ കാഴ്ച കണ്ട് മരവിച്ചുപോയി. ഒരു പിഞ്ചുകുഞ്ഞിനോട് ഇത്രയും ക്രൂരത കാണിക്കാൻ മനുഷ്യൻ കഴിയുമോ? അതോ ഇത് മനുഷ്യനല്ലേ? ഒരു മണിക്കൂറിനുള്ളിൽ പോലീസ് സ്ഥലത്തെത്തി. ഇൻസ്പെക്ടർ ലൂയിസ് ജീപ്പിൽ നിന്നിറങ്ങുമ്പോൾ കണ്ടത് കഠിനഹൃദയരായ പോലീസുകാർ പോലും മുഖം തിരിച്ചു നിൽക്കുന്ന കാഴ്ചയാണ്. ലൂയിസ് മൃതദേഹത്തിന് അടുത്തേക്ക് നടന്നു. അയാളുടെ നെഞ്ചിൽ ഒരു വലിയ ഭാരം അനുഭവപ്പെട്ടു. ലൂക്കയെയും ക്ലാരയെയും കാണാതായപ്പോൾ ഉണ്ടായിരുന്ന പ്രതീക്ഷ ഈ കാഴ്ചയോടെ തകർന്നുപോയി. 12 വയസ്സുള്ള ഒരു കുട്ടി. ക്യാപ്റ്റൻ ഗോമസ് ദൂരെ മാറി നിൽക്കുകയായിരുന്നു. അയാൾ വിയർക്കുന്നുണ്ടായിരുന്നു. ദൈവമേ, ഇതൊരു കുട്ടിയാണല്ലോ, ഗോമസ് വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ലൂയിസ്, ഇത് വെറുമൊരു കൊലപാതകമല്ല, ഇത് ബലിയാണ്. ലൂയിസ് അത് കേൾക്കാത്ത ഭാവത്തിൽ കുനിഞ്ഞിരുന്നു. ഡിയേഗോയുടെ നെഞ്ചിൽ കത്തികൊണ്ട് ആഴത്തിൽ വരഞ്ഞിരിക്കുന്ന ചിഹ്നങ്ങൾ അയാൾ പരിശോധിച്ചു. ഒരു വൃത്തം, അതിനുള്ളിൽ തലതിരിഞ്ഞ നക്ഷത്രം, പിന്നെ മനസ്സിലാകാത്ത ചില ഗോത്രവർഗ ലിപികൾ. ഇത് സാത്താൻ സേവയാണ്, ഗോമസ് ഉറപ്പിച്ചു പറഞ്ഞു. കാട്ടിലെ ദുഷ്ടശക്തികളെ പ്രീതിപ്പെടുത്താൻ നരബലി നൽകിയതാണ്. ആമസോണിലെ പഴയ വിശ്വാസങ്ങൾ. അവർക്ക് കന്യകാത്വം മാറാത്ത കുട്ടികളെയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഡിയേഗോയെ. ഗോമസിന് വാചകം മുഴുമിപ്പിക്കാനായില്ല. ഇതൊരു സന്ദേശമാണ്, ലൂയിസ് പതുക്കെ പറഞ്ഞു. അയാളുടെ ശബ്ദത്തിൽ കോപവും സങ്കടവും ഇരമ്പി. എന്ത് സന്ദേശം? നമ്മൾ പിടിച്ചുവച്ചിരിക്കുന്നവർ നിരപരാധികളാണെന്ന സന്ദേശം. നമ്മളെ വഴിതെറ്റിക്കാനുള്ള ശ്രമം. പക്ഷേ, ലൂയിസ് നിർത്തി. പക്ഷേ എന്ത്? ഇതൊരു സാധാരണ കുറ്റവാളിയല്ല, ഒരു കുട്ടിയെ ഇത്രയും ക്രൂരമായി. ലൂയിസ് മരപ്പൊത്തിൽ ഇരിക്കുന്ന ഡിയേഗോയുടെ തലയിലേക്ക് നോക്കി. ആ കുട്ടിയുടെ കണ്ണുകളിൽ മരവിച്ച ഭീതിയുണ്ടായിരുന്നു. മരണത്തിന് തൊട്ടുമുമ്പ് അവൻ അനുഭവിച്ച വേദനയും ഭയവും ആ മുഖത്ത് ഘനീഭവിച്ചു കിടക്കുന്നു. ഇത് ചെയ്തവൻ മനുഷ്യനല്ല, ചെകുത്താനാണ്. ലൂയിസ് എഴുന്നേറ്റു. ഫോറൻസിക് ടീമിനെ വിളിക്ക്. ഓരോ തുള്ളി ചോരയും പരിശോധിക്കണം. ഈ ചിഹ്നങ്ങൾ, ഇതെനിക്ക് എവിടെയോ കണ്ടു മറന്നതുപോലെയുണ്ട്. ഗ്രാമവാസികൾ ദൂരെ നിന്ന് നോക്കി നിന്നു. ഡിയേഗോയുടെ അമ്മയുടെ ഹൃദയം തകരുന്ന നിലവിളി അവിടെ മുഴങ്ങി. ആ നിലവിളി കേട്ടപ്പോൾ ലൂയിസിന് തോന്നി താൻ പരാജയപ്പെട്ടുവെന്ന്. ഒരു കുട്ടിയെ കൂടി സംരക്ഷിക്കാൻ നിയമത്തിന് കഴിഞ്ഞില്ല. ജനക്കൂട്ടത്തിനിടയിൽ ഭയം ഒരു പകർച്ചവ്യാധി പോലെ പടർന്നു. കാട്ടിൽ പിശാച്ചിറങ്ങിയിരിക്കുന്നു. അവൻ കുട്ടികളെ തേടി വരുന്നു. ഇനി ആരും കുട്ടികളെ പുറത്തിറക്കില്ല, സ്കൂളുകൾ അടച്ചിടും. ഗ്രാമം മരിച്ചു തുടങ്ങും. റിക്കാർഡോ തന്റെ വർക്ക്ഷോപ്പിലിരുന്ന് ഈ വാർത്ത കേൾക്കുന്നു. ഒരു 12 വയസ്സുകാരനെ കൊന്നതിൽ അവൻ യാതൊരു കുറ്റബോധവുമില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ഡിയേഗോ ഒരു ഉപകരണം മാത്രമായിരുന്നു, പോലീസിനെ മന്ത്രവാദത്തിന്റെ വഴിയിലേക്ക് തിരിച്ചുവിടാനുള്ള ഉപകരണം. അവൻ ആ മന്ത്രവാദ പുസ്തകം അടച്ചുവെച്ചു. ഇനി പോലീസ് ആ ചിഹ്നങ്ങൾക്ക് പിന്നാലെ പോയിക്കോളും. പാവം ഡിയേഗോ, അവൻ സ്വയം പറഞ്ഞു, ചുണ്ടിൽ ഒരു ക്രൂരമായ ചിരിയോടെ. നീ ഒരു രക്തസാക്ഷിയാണ്. നിന്റെ മരണം ലൂക്കയെയും ക്ലാരയെയും എനിക്ക് സ്വന്തമാക്കി തന്നു. അടുത്ത പ്രഭാതത്തിൽ സാന്റാ മരിയ ഉറക്കമുണർന്നത് കിളികളുടെ ശബ്ദം കേട്ടല്ല, മറിച്ച് പുറത്തുനിന്നുള്ള വാഹനങ്ങളുടെ ഇരമ്പൽ കേട്ടാണ്. നഗരത്തിൽ നിന്ന് മാധ്യമപ്രവർത്തകർ ഒഴുകിയെത്തി. ക്യാമറകളുടെ ഫ്ലാഷുകൾ ഗ്രാമത്തിന്റെ സ്വസ്ഥത കെടുത്തി. ഡിയേഗോയുടെ മൃതദേഹം കണ്ടെത്തിയ മരച്ചുവട് ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെയായി കഴിഞ്ഞിരുന്നു. ടിവി സ്ക്രീനുകളിൽ ബ്രേക്കിംഗ് ന്യൂസ് മിന്നിമറഞ്ഞു. ആമസോണിലെ സാത്താൻ സേവ. കുട്ടികളെ ബലി നൽകുന്ന നിഗൂഢ സംഘം ഗ്രാമത്തിൽ. സത്യം ചെരുപ്പിട്ടു വരുമ്പോഴേക്കും നുണ ലോകം ചുറ്റിക്കഴിഞ്ഞിരുന്നു. ഗ്രാമവാസികൾക്കിടയിൽ ഭീതിയുടെ ആഴം കൂടി. ഓരോരുത്തരും അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് കഥകൾ മെനഞ്ഞു. കാടിന്റെ അറ്റത്ത് താമസിക്കുന്ന ഒറ്റപ്പെട്ട മനുഷ്യർ, വിചിത്രമായി പെരുമാറുന്നവർ, പാരമ്പര്യ വൈദ്യന്മാർ, ഇവരെല്ലാം പെട്ടെന്ന് സംശയത്തിന്റെ നിഴലിലായി.
റിക്കാർഡോ ഈ ബഹളങ്ങൾക്കിടയിൽ വളരെ കൂളായി നടന്നു. ടിവി ചാനലുകാർക്ക് അവൻ അഭിമുഖം നൽകി. അതെ, ഇവിടെ ചില വിചിത്രമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, റിക്കാർഡോ ക്യാമറയ്ക്ക് മുന്നിൽ പറഞ്ഞു. ഞാൻ പലപ്പോഴും രാത്രികളിൽ കാട്ടിൽ നിന്ന് വിചിത്രമായ ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊരു പിശാചാണെന്ന് കരുതിയില്ല. പാവം കുട്ടി, അവനെ ഇങ്ങനെയൊരു അവസ്ഥയിൽ കാണേണ്ടി വന്നല്ലോ. അവന്റെ അഭിനയം കണ്ട് ഗ്രാമവാസികൾക്ക് അവനോടുള്ള മതിപ്പ് വർദ്ധിച്ചു. പോലീസിനെ സഹായിക്കുകയും മാധ്യമങ്ങളോട് ധൈര്യമായി സംസാരിക്കുകയും ചെയ്യുന്ന ഒരേയൊരു നായകൻ റിക്കാർഡോ ആണെന്ന് അവർ വിശ്വസിച്ചു. അതേസമയം വർക്ക്ഷോപ്പിലെ ഇരുട്ടുമുറിയിൽ ലൂക്കയും ക്ലാരയും പുറത്തെ ബഹളങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. റിക്കാർഡോയുടെ ശബ്ദം മൈക്കിലൂടെ മുഴങ്ങുന്നത് കേട്ടപ്പോൾ അവരുടെ പ്രതീക്ഷകൾ അസ്തമിച്ചു. ലോകം മുഴുവൻ അവനെ വിശ്വസിക്കുന്നു. ആരും തങ്ങളെ തേടി ആ പഴയ വർക്ക്ഷോപ്പിലേക്ക് വരില്ല. മാധ്യമങ്ങളുടെയും മേലധികാരികളുടെയും സമ്മർദ്ദം താങ്ങാനാവാതെ ക്യാപ്റ്റൻ ഗോമസ് ഒരു കടുംകൈ ചെയ്യാൻ തീരുമാനിച്ചു. കേസ് എത്രയും വേഗം തെളിയിക്കണം. യഥാർത്ഥ പ്രതിയെ കിട്ടിയില്ലെങ്കിലും ജനത്തിനു മുന്നിൽ ഇട്ടുകൊടുക്കാൻ ആരെയെങ്കിലും വേണം. അന്ന് വൈകുന്നേരം പോലീസ് സംഘം കാടിന്റെ പടിഞ്ഞാറൻ മേഖലയിലുള്ള ഒരു പഴയ തറവാട്ടിലേക്ക് ഇരിച്ചുകയറി. അവിടെ താമസിച്ചിരുന്നത് മദർ മരിയ എന്ന് വിളിക്കുന്ന ഒരു വയസ്സായ സ്ത്രീയും അവരുടെ 2 ആൺമക്കളുമായിരുന്നു. അവർ കാട്ടിലെ ചെടികൾ ഉപയോഗിച്ച് മരുന്ന് ഉണ്ടാക്കുന്നവരാണ്. പള്ളിയിൽ പോകാത്ത, സ്വന്തം വിശ്വാസരീതികൾ പിന്തുടരുന്നവർ. കൾട്ട് എന്ന വാക്കിന് ചേരുന്ന ഒരേയൊരു കൂട്ടർ അവരാണെന്ന് ഗോമസ് വിധിച്ചു. എല്ലാവരെയും പിടിച്ചു വണ്ടിയിൽ കയറ്റിടാ, ഗോമസ് അലറി. പോലീസുകാർ വീട് തല്ലിപ്പൊളിച്ചു. ഉണക്കാനിട്ട മരുന്നിലകളും വേരുകളും അവർ വാരിവിതറി. ഇതാണ് തെളിവ്. ഇതാണ് മന്ത്രവാദത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ. ഒരു പോലീസുകാരൻ ഉണങ്ങിയ ഒരു വേർ ഉയർത്തിക്കാണിച്ചു. മദർ മരിയ കരഞ്ഞു പറഞ്ഞു, അത് പനിക്കുള്ള മരുന്നാണ് സാർ, ഞങ്ങളെ ഉപദ്രവിക്കരുത്. പക്ഷേ ആരും അത് കേട്ടില്ല. ആ വൃദ്ധയെയും മക്കളെയും പോലീസ് വലിച്ചിഴച്ചു. ഗ്രാമവാസികൾ വീടിന് ചുറ്റും കൂടി നിന്ന് കൂവി വിളിച്ചു, കൊല്ലവരെ, അവരാണ് ഡിയേഗോയെ കൊന്നത്. ജനക്കൂട്ടം കല്ലുകൾ എറിഞ്ഞു. ആ പാവങ്ങളുടെ തലയിൽ നിന്ന് ചോര ഒഴുകി. റിക്കാർഡോ ആൾക്കൂട്ടത്തിന് പിന്നിൽ നിന്ന് എല്ലാം കണ്ട് രസിച്ചു. എല്ലാം തന്റെ തിരക്കഥ അനുസരിച്ച് നടക്കുന്നു. പോലീസ് നിരപരാധികളെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. ഇനി കേസ് അവസാനിക്കും. താൻ സുരക്ഷിതനാണ്. ആ രാത്രി പോലീസ് സ്റ്റേഷൻ മുന്നിൽ ക്യാപ്റ്റൻ ഗോമസ് മാധ്യമങ്ങളെ കണ്ടു. സാത്താൻ സേവ നടത്തുന്ന പ്രധാന സംഘത്തെ ഞങ്ങൾ പിടികൂടി. ഡിയേഗോയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇവരാണ്. ഇനി ഗ്രാമം സുരക്ഷിതമാണ്. ക്യാമറകൾ മിന്നി. ജനം കൈയടിച്ചു. നീതി നടപ്പിലായി എന്ന് എല്ലാവരും വിശ്വസിച്ചു, ഒരാളൊഴികെ. ഇൻസ്പെക്ടർ ലൂയിസ് തന്റെ കാബിനിൽ തനിച്ചിരിക്കുകയായിരുന്നു. പുറത്ത് വിജയത്തിമിർപ്പിലാണ് എല്ലാവരും. പക്ഷേ ലൂയിസിന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. അയാളുടെ മേശപ്പുറത്ത് ഡിയേഗോയുടെ മൃതദേഹത്തിൽ കണ്ട ചിഹ്നങ്ങളുടെ ഫോട്ടോകളും മദർ മരിയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത സാധനങ്ങളുടെ ലിസ്റ്റും ഉണ്ടായിരുന്നു. ഇത് യോജിക്കുന്നില്ല, ലൂയിസ് സ്വയം പറഞ്ഞു. അയാൾ ഒരു സിഗരറ്റിന് തീ കൊളുത്തി. പുകച്ചുരുളുകൾക്കിടയിലൂടെ അയാൾ ആ ചിഹ്നങ്ങളിലേക്ക് ഉറ്റുനോക്കി. മദർ മരിയും മക്കളും നിരക്ഷരരാണ്. അവർക്ക് എഴുതാനും വായിക്കാനും അറിയില്ല. പക്ഷേ ഡിയേഗോയുടെ ശരീരത്തിലെ ചിഹ്നങ്ങൾ, അതൊരു പ്രത്യേക കൃത്യതയോടെ വരച്ചതാണ്. അത് ഏതെങ്കിലും കാട്ടുപുസ്തകത്തിലുള്ളതല്ല, മറിച്ച് നഗരത്തിലെ ലൈബ്രറികളിൽ കാണുന്ന, യൂറോപ്യൻ മന്ത്രവാദ പുസ്തകങ്ങളിൽ കാണുന്ന തരം ചിഹ്നങ്ങളാണ്. ഇന്റർനെറ്റിലോ പുസ്തകങ്ങളിലോ നോക്കി ആരോ കൃത്യമായി പകർത്തി വരച്ചതാണ്. പിന്നെ ആ കൊലപാതകം, അതൊരു ഭ്രാന്തമായ ആവേശത്തിൽ ചെയ്തതല്ല, വളരെ ആസൂത്രിതമായി, ഒരു സർജനെ പോലെ കൃത്യതയോടെയാണ് ശരീരം കീറിമുറിച്ചിരിക്കുന്നത്. മദർ മരിയുടെ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അത് ചെയ്യാൻ കഴിയില്ല. ഇതൊരു കൂട്ടം ആളുകൾ ചെയ്തതല്ല, ഇത് ഒരാൾ ചെയ്തതാണ്. വളരെ ബുദ്ധിയുള്ള, ക്രൂരനായ, എന്നാൽ പുറമേ ശാന്തനായ ഒരാൾ. ലൂയിസ് പെട്ടെന്ന് എഴുന്നേറ്റു. അയാൾക്ക് ഒരു കാര്യം ഓർമ്മ വന്നു. മദർ മരിയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത സാധനങ്ങളിൽ ആയുധങ്ങൾ ഒന്നുമില്ലായിരുന്നു. കത്തികളോ കോടാലിയോ ഒന്നുമില്ല, വെറും മരുന്നുകൾ മാത്രം. പിന്നെ എങ്ങനെയാണ് ഡിയേഗോയുടെ ശരീരം അത്രയും കൃത്യമായി മുറിച്ചത്? അതിന് മൂർച്ചയുള്ള, ഭാരമുള്ള ആയുധങ്ങൾ വേണം. ലൂയിസിന്റെ സംശയങ്ങൾ ശരിയായിരുന്നു. പക്ഷേ അത് റിക്കാർഡോയുമായി കൂട്ടിയോജിപ്പിക്കാൻ പറ്റിയില്ല. ഗ്രാമം മുഴുവൻ മദർ മരിയുടെ അറസ്റ്റും അനുബന്ധ സംഭവങ്ങളും ചർച്ച ചെയ്യുമ്പോൾ റിക്കാർഡോ തന്റെ അടുത്ത നീക്കത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. പോലീസ് ഇപ്പോൾ തെറ്റായ വഴിയിലാണ്. അവർ കൾട്ട് എന്ന ആശയത്തിൽ കുടുങ്ങിക്കിടക്കുന്നു. പക്ഷേ ഇൻസ്പെക്ടർ ലൂയിസിന്റെ കണ്ണുകൾ അത് തന്നെ പിന്തുടരുന്നുണ്ടെന്ന് റിക്കാർഡോയ്ക്ക് തോന്നിത്തുടങ്ങിയിരുന്നു. അതുകൊണ്ട് ഇത്തവണത്തെ വേട്ടയ്ക്ക് ഒരു മാറ്റം വേണം. ലൂക്കയെയും ക്ലാരയെയും പോലെ കാണാതായാൽ ഉടനെ ബഹളമുണ്ടാകുന്ന കുട്ടികളെ വേണ്ട. ഗ്രാമം ശ്രദ്ധിക്കാത്ത, കാണാതായാൽ ആരും അന്വേഷിക്കാത്ത ഒരാളെ വേണം. അവന്റെ ശ്രദ്ധ ഗബ്രിയേലിൽ പതിഞ്ഞു. 13-കാരനായ ഗബ്രിയേൽ. അച്ഛനില്ലാത്ത, അമ്മ രോഗിയായി കിടക്കുന്ന, പഴയ ഇരുമ്പും പ്ലാസ്റ്റിക്കും പെറുക്കി വിറ്റ് ജീവിക്കുന്ന കുട്ടി. അവന്റെ വസ്ത്രങ്ങൾ എപ്പോഴും അഴുക്കുപിടിച്ചതായിരിക്കും. ഗ്രാമവാസികൾ അവനെ കാണുമ്പോഴെല്ലാം മുഖം ചുളിക്കും. അവനെ ആരും ശ്രദ്ധിക്കാറില്ല. അവൻ ഒരു നിഴൽ പോലെയാണ്. ഉച്ചതിരിഞ്ഞ് ഗബ്രിയേൽ തന്റെ ചാക്കുമായി വർക്ക്ഷോപ്പിന്റെ മുന്നിലൂടെ പോകുമ്പോൾ റിക്കാർഡോ അവനെ വിളിച്ചു. ഗബ്രിയേൽ. അവൻ പേടിയോടെ തിരിഞ്ഞു നോക്കി.
സാധാരണ കടക്കാർ അവനെ ആട്ടിയോടിക്കാറാണ് പതിവ്. നിനക്ക് കുറച്ച് ചെമ്പ് കമ്പികൾ വേണോ? റിക്കാർഡോ ശബ്ദം താഴ്ത്തി ചോദിച്ചു. നല്ല വില കിട്ടും. ഗബ്രിയേലിന്റെ കണ്ണുകൾ തിളങ്ങി. ചെമ്പിന് നല്ല വിലയാണ്. അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ അത് ഉപകരിക്കും. വേണം സാർ. എവിടെയാ? ഇപ്പോൾ ഇവിടെ പറ്റില്ല. പോലീസ് ജീപ്പുകൾ കറങ്ങുന്നുണ്ട്. റിക്കാർഡോ ചുറ്റും നോക്കുന്നതായി അഭിനയിച്ചു. നീ ഇന്ന് രാത്രി 9 മണിക്ക് എന്റെ വീടിന്റെ പുറകുവശത്തേക്ക് വാ. ആരും കാണരുത്. കണ്ടാൽ അവർ അത് മോഷ്ടിച്ചതാണെന്ന് പറയും. ഗബ്രിയേൽ തലയാട്ടി. അവൻ റിക്കാർഡോയെ സംശയമില്ലായിരുന്നു. പാവങ്ങളെ സഹായിക്കുന്ന റിക്കാർഡോ അങ്കിൾ. ശരി സാർ, ഞാൻ വരാം. അവൻ പോയിക്കഴിഞ്ഞപ്പോൾ റിക്കാർഡോ ഒരു സിഗരറ്റിന് തീ കൊളുത്തി. പുകച്ചുരുളുകൾക്കിടയിലൂടെ അവൻ ഗബ്രിയേൽ നടന്നുപോകുന്ന വഴിയിലേക്ക് നോക്കി. ഗ്രാമം മുഴുവൻ ഉറങ്ങുന്ന സമയം. ആരും കാണില്ല, ആരും കേൾക്കില്ല. ഇത്തവണ കളിപ്പാട്ടങ്ങളില്ല, മിഠായികളില്ല, നേരിട്ടുള്ള കച്ചവടം മാത്രം. നേരം രാത്രിയായിരുന്നു. റിക്കാർഡോ തന്റെ വീടിന്റെ പുറകുവശത്തേക്ക് നടന്നു. വർക്ക്ഷോപ്പിനോട് ചേർന്നാണ് വീട്. അവിടെ കാട് തുടങ്ങുന്ന അതിർത്തിയിൽ വാഴകളും ചേമ്പും വളർന്നു നിൽക്കുന്ന ഒരു ഇരുണ്ട കോണുണ്ട്. അവൻ വർക്ക്ഷോപ്പിൽ നിന്ന് ഒരു മൺവെട്ടിയും പിക്കാസും എടുത്തു. സാധാരണയായി അവൻ ഇരകളെ വർക്ക്ഷോപ്പിലെ രഹസ്യമുറിയിലാണ് വെക്കാറുള്ളത്. പക്ഷേ ഇത്തവണ പാടില്ല. ഇൻസ്പെക്ടർ ലൂയിസ് ഏത് നിമിഷവും സെർച്ച് വാറണ്ടുമായി വരാൻ സാധ്യതയുണ്ട്. രഹസ്യമുറിയിൽ ലൂക്കയും ക്ലാരയും ഉണ്ട്. അവരെ മാറ്റാൻ സമയമില്ല. പുതിയൊരാളെ കൂടി അങ്ങോട്ട് കൊണ്ടുപോകുന്നത് അപകടമാണ്. അതുകൊണ്ട് ഗബ്രിയേലിന് മറ്റൊരു വിധിയാണ് അവൻ നിശ്ചയിച്ചിരുന്നത്. റിക്കാർഡോ മണ്ണിൽ വെട്ടി. മണ്ണിന് നനവുണ്ടായിരുന്നു. അവൻ വേഗത്തിൽ കുഴിയെടുക്കാൻ തുടങ്ങി. ഓരോ തവണ മൺവെട്ടി താഴ്ത്തുമ്പോഴും അവന്റെ പേശികൾ മുറുകി. വിയർപ്പ് അവന്റെ നെറ്റിയിലൂടെ ഒലിച്ചിറങ്ങി. ഏകദേശം 6 അടി ആഴം. ഒരു മനുഷ്യശരീരം കുത്തനെ നിർത്തിയാൽ കൊള്ളാവുന്ന വലിപ്പം. അവൻ കിതച്ചുകൊണ്ട് നിവർന്നു നിന്നു. കുഴിയുടെ അടിയിലേക്ക് നോക്കി. കറുത്ത ഇരുട്ട്. മരണത്തിന്റെ വായ പോലെ അത് തുറന്നു കിടക്കുന്നു. പെട്ടെന്ന് ഒരു കാറ്റ് വീശി. വാഴയിലകൾ ഉരസുന്ന ശബ്ദം. റിക്കാർഡോ ഒന്ന് നിന്നു. ആരെങ്കിലും വരുന്നുണ്ടോ? ഇല്ല, കാറ്റ് മാത്രം. അവൻ കുഴിയുടെ അരികിൽ കുറച്ച് കുമ്മായം കൊണ്ടുപോയി വെച്ചു. മൃതദേഹം പെട്ടെന്ന് അഴുകിപ്പോകാനും മണം പുറത്തുവരാതിരിക്കാനും. ഇത്തവണ പ്രദർശനമില്ല. സാത്താൻ സേവയുടെ ലക്ഷണങ്ങളില്ല. ഗബ്രിയേൽ വെറുതെ അപ്രത്യക്ഷനാകും. ആരും അന്വേഷിക്കാത്ത ഒരു അനാഥൻ. പോലീസിന്റെ ശ്രദ്ധ മുഴുവൻ കൾട്ട് കേസിലാണ്. അവർ കാടിന്റെ ഉള്ളിൽ മൃതദേഹം തിരയട്ടെ. പക്ഷേ അത് തന്റെ വീടിന്റെ തൊട്ടുപിന്നിൽ ഈ വാഴത്തോട്ടത്തിനടിയിൽ ഉണ്ടാകുമെന്ന് ആരും കരുതില്ല. സമയം 9 മണി. മഴ ചാറിത്തുടങ്ങിയിരുന്നു. തണുത്ത കാറ്റ് വീശുന്നു. റിക്കാർഡോ വീടിന്റെ പിൻവാതിലിൽ കാത്തുനിന്നു. അവന്റെ കയ്യിൽ ഒരു വലിയ പ്ലാസ്റ്റിക് കവർ ഉണ്ടായിരുന്നു. അതിനുള്ളിൽ ചെമ്പ് കമ്പികൾക്ക് പകരം കനമുള്ള ഒരു ഇരുമ്പ് പൈപ്പായിരുന്നു. ഇരുട്ടിൽ വേലി കടന്ന് ഒരു ചെറിയ രൂപം വരുന്നത് അവൻ കണ്ടു. ഗബ്രിയേൽ. അവൻ നനഞ്ഞൊട്ടിയിരുന്നു. സാർ. ഗബ്രിയേൽ പതുക്കെ വിളിച്ചു. അവന്റെ പല്ലുകൾ കൂട്ടിയിടിക്കുന്നുണ്ടായിരുന്നു. അവൻ ഗബ്രിയേലിനെ വീടിന്റെ ഭിത്തിയോട് ചേർന്ന് കുഴിയെടുത്തിരിക്കുന്ന ഭാഗത്തേക്ക് നയിച്ചു. അവിടെ കൂരിരുട്ടായിരുന്നു. സാർ, ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ? ഗബ്രിയേൽ സംശയത്തോടെ ചോദിച്ചു. ഞാൻ ടോർച്ച് എടുക്കാം. നീ ആ കവർ പിടിച്ചോ. റിക്കാർഡോ ആ കവർ ഗബ്രിയേലിന് നേരെ നീട്ടി. കുട്ടി അത് വാങ്ങാൻ കൈനീട്ടി. ആ നിമിഷം മിന്നൽ വെളിച്ചത്തിൽ ഗബ്രിയേൽ അത് കണ്ടു. തൊട്ടടുത്ത് വാഴകൾക്കിടയിൽ പുതുതായി കിളച്ച മണ്ണ്. ഒരു വലിയ കുഴി. ഗബ്രിയേലിന്റെ ഉള്ളിൽ ഒരു അപായമണി മുഴങ്ങി. അവൻ കവർ വാങ്ങാതെ പിന്നോട്ട് മാറി. സാർ, അതെന്താ അവിടെ? റിക്കാർഡോയുടെ മുഖത്തെ ചിരിമാഞ്ഞു. അവന്റെ കണ്ണുകളിൽ കൊലപാതകിയുടെ തണുപ്പ് പടർന്നു. അത് നിനക്കുള്ള വീടാണ്, ഗബ്രിയേൽ. ഗബ്രിയേൽ നിലവിളിക്കാൻ വായ തുറന്നു. പക്ഷേ ശബ്ദം പുറത്തുവരുന്നതിന് മുമ്പ് റിക്കാർഡോയുടെ കയ്യിലിരുന്ന ഇരുമ്പ് പൈപ്പ് വായുവിൽ ഉയർന്നു. ഠോ! തലയോട്ടി തകരുന്ന ശബ്ദം മഴയുടെ ശബ്ദത്തിൽ ലയിച്ചു. ഗബ്രിയേൽ ഒരു തളർന്ന പാവയെപ്പോലെ മണ്ണിലേക്ക് വീണു. ചെളി തെറിച്ചു. അവന്റെ കയ്യിൽ മുറുക്കിപ്പിടിച്ചിരുന്ന പഴയ ചാക്ക് വിരലുകളിൽ നിന്ന് അയഞ്ഞുപോയി. റിക്കാർഡോ അവനെ നോക്കി നിന്നു. അനക്കമില്ല. നല്ല കച്ചവടം, റിക്കാർഡോ പിറുപിറുത്തു. അവൻ ഗബ്രിയേലിന്റെ കാലിൽ പിടിച്ച് കുഴിയിലേക്ക് വലിച്ചിട്ടു. ശരീരം കുഴിയിലേക്ക് വീണപ്പോൾ ഒരു വലിയ ശബ്ദം കേട്ടു. അവൻ വേഗത്തിൽ മണ്ണ് വാരിയിടാൻ തുടങ്ങി. ഓരോ തരി മണ്ണും ഗബ്രിയേലിന്റെ മുഖത്തെ മറച്ചു. മഴ കനത്തു. കുഴി മൂടിക്കഴിഞ്ഞപ്പോൾ റിക്കാർഡോ അതിനു മുകളിൽ കുറച്ച് ഉണങ്ങിയ ഇലകളും പഴയ ടയറുകളും ഇട്ടു. ആരും അറിയില്ല ഗബ്രിയേൽ എന്ന കുട്ടി ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് പോലും ഇനി ആരും ഓർക്കില്ല. റിക്കാർഡോ കൈകൾ കഴുകി വീടിനുള്ളിലേക്ക് കയറി. വാതിൽ അടച്ചു. പുറത്ത് ആ വാഴത്തോട്ടത്തിന് താഴെ പുതിയൊരു രഹസ്യം കൂടി മണ്ണിനടിയിൽ ഉറങ്ങാൻ തുടങ്ങി. സാന്റാ മരിയയിലെ കോടതിമുറി തിങ്ങിനിറഞ്ഞിരുന്നു. പുറത്ത് ചൂട് കനത്തതായിരുന്നുവെങ്കിൽ അകത്ത് ജനങ്ങളുടെ രോഷം കൊണ്ട് വായു തിളച്ചുമറിയുകയായിരുന്നു. പ്രതിക്കൂട്ടിൽ മദർ മരിയും അവരുടെ 2 ആൺമക്കളും തലകുനിച്ചു നിന്നു. അവരുടെ മുഖത്ത് മർദ്ദനമേറ്റ പാടുകൾ കറുത്തുകിടന്നിരുന്നു. കണ്ണുകളിൽ ഇനി കണ്ണീർ ബാക്കിയില്ല. ഭയം പോലും മാറി മരവിച്ച ഒരവസ്ഥയിലായിരുന്നു അവർ. ഇവരാണ് ആ ചെകുത്താന്മാർ.
ഇവരെ തൂക്കിക്കൊല്ലണം, ഗാലറിയിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു. ജഡ്ജി ചുറ്റികേടിച്ചു. ബഹളം അടങ്ങിയില്ല. ഇൻസ്പെക്ടർ ലൂയിസ് കോടതിയുടെ ഒരറ്റത്ത് നിസ്സഹായനായി നിന്നു. അദ്ദേഹത്തിന്റെ കൈയിൽ യഥാർത്ഥ തെളിവുകൾ ഒന്നുമില്ലായിരുന്നു. ബഹുമാനപ്പെട്ട കോടതി, പ്രോസിക്യൂട്ടർ ശബ്ദമുയർത്തി. ഈ പ്രതികൾ കാട്ടിലെ ദുർമന്ത്രവാദികളാണ്. ഇവരുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത സാധനങ്ങൾ തന്നെ തെളിവാണ്. ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി ഇവർക്ക് പരമാവധി ശിക്ഷ നൽകണം. തെളിവുകൾ ദുർബലമായിരുന്നു. സാക്ഷിമൊഴികൾ പലതും പോലീസ് ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതായിരുന്നു. പക്ഷേ കോടതിക്ക് പുറത്ത് തടിച്ചുകൂടിയ ആയിരക്കണക്കിന് ആളുകളെയും മാധ്യമങ്ങളുടെ വിചാരണയെയും ജഡ്ജി ഭയപ്പെട്ടു. നീതിയേക്കാൾ പ്രധാനം സമാധാനം നിലനിർത്തലാണെന്ന് അധികാരികൾ തീരുമാനിച്ചു. വിധി വന്നു. മദർ മരിയയ്ക്കും മക്കൾക്കും ജീവപര്യന്തം തടവ്. ആ വിധി കേട്ടപ്പോൾ ഗ്രാമവാസികൾ ആഹ്ലാദിച്ചു. അവർ പടക്കം പൊട്ടിച്ചു. കോടതി വളപ്പിൽ മധുരം വിതരണം ചെയ്തു. അതിനിടയിൽ ആൾക്കൂട്ടത്തിന് നടുവിൽ നിന്ന് റിക്കാർഡോ ക്യാപ്റ്റൻ ഗോമസിനെ നോക്കി കൈകൂപ്പി. ഗോമസ് തിരിച്ചും. 2 കള്ളന്മാർ തമ്മിലുള്ള നിശബ്ദമായ കരാർ അവിടെ പൂർത്തിയായി. ലൂയിസ് കോടതിയിൽ നിന്ന് പുറത്തിറങ്ങി. വെയിൽ അയാളുടെ കണ്ണുകളെ വേദനിപ്പിച്ചു. സാർ, നമ്മൾ ജയിച്ചില്ലേ? ഒരു ജൂനിയർ ഓഫീസർ ചോദിച്ചു. ലൂയിസ് ഒരു നിമിഷം ആകാശം മുട്ടെ വളർന്നു നിൽക്കുന്ന കാട്ടിലേക്ക് നോക്കി. ഒന്നും പറയാതെ. വർഷങ്ങൾ കടന്നുപോയി. 5 വർഷങ്ങൾക്ക് ശേഷം സാന്റാ മരിയ ഗ്രാമത്തിന്റെ മുഖച്ഛായ മാറി. പഴയ ചെമ്മൻ പാതകൾ ടാർ റോഡുകളായി. കാടിന്റെ ഭീകരത മറന്ന് വിനോദസഞ്ചാരികൾ വന്നു തുടങ്ങി. ലൂക്കയുടെയും ക്ലാരയുടെയും ഡിയേഗോയുടെയും ഗബ്രിയേലിന്റെയും പേരുകൾ പഴയ പത്രത്താളുകളിൽ മാത്രമായി ഒതുങ്ങി. മദർ മരിയും മക്കളും ജയിലിലായതോടെ ശാപം നീങ്ങി എന്ന് ഗ്രാമവാസികൾ വിശ്വസിച്ചു. കാണാതായ കുട്ടികളുടെ പോസ്റ്ററുകൾ വെയിലും മഴയുമേറ്റ് മാഞ്ഞുപോയി. മാതാപിതാക്കൾ വിധിയുമായി പൊരുത്തപ്പെട്ടു. ഇൻസ്പെക്ടർ ലൂയിസ് വിരമിക്കാറായ ഉദ്യോഗസ്ഥനായി മാറി. അയാളുടെ മുടി പൂർണ്ണമായും നരച്ചു. പഴയ ആവേശമില്ല, സത്യം കണ്ടെത്താൻ കഴിയാത്തതിന്റെ കുറ്റബോധം അയാളെ ഉള്ളിൽ നിന്ന് കാർന്നുതിന്നുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടെ അയാൾ റിക്കാർഡോയുടെ പഴയ വർക്ക്ഷോപ്പിന് മുന്നിലൂടെ നടക്കും. അത് ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. തുരുമ്പിച്ച ഷട്ടറിൽ വിൽപ്പനയ്ക്ക് എന്ന ബോർഡ് തൂങ്ങിക്കിടക്കുന്നു. റിക്കാർഡോ പോയി. 3 വർഷം മുമ്പ് കേസ് അവസാനിച്ചുവെന്ന് ഉറപ്പായപ്പോൾ അവൻ സാന്റാ മരിയോട് വിട പറഞ്ഞു. ഇവിടെ വല്ലാത്ത ഓർമ്മകളാണ്. എനിക്ക് കുറച്ച് സമാധാനം വേണം എന്നാണ് അവൻ ഗ്രാമവാസികളോട് പറഞ്ഞത്. എല്ലാവരും അവനെ യാത്രയച്ചു. അവൻ പോയപ്പോൾ ഗ്രാമത്തിന് ഒരു നല്ല മനുഷ്യനെ നഷ്ടപ്പെട്ട ദുഃഖമായിരുന്നു. എന്നാൽ റിക്കാർഡോ പോയത് സമാധാനം തേടിയല്ല, മറിച്ച് കൂടുതൽ വലിയ ഇരകളെ തേടിയാണ്. സ്ഥലം മാരാൻഹാവോ. സാന്റാ മരിയയിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെ തിരക്കേറിയതും ചൂടുള്ളതുമായ മാരാൻഹാവോ. വടക്കുകിഴക്കൻ ബ്രസീലിന്റെ സിരകളിൽ ഒന്നായ ഈ പ്രദേശം. ഇവിടെ കാടും കടലും ചേരികളും വലിയ കെട്ടിടങ്ങളും ഇടകലർന്നു കിടക്കുന്നു. നഗരത്തിന്റെ തിരക്കേറിയ ഒരു വ്യവസായ മേഖലയിൽ വലിയൊരു ഗാരേജ് ഇപ്പോൾ റിക്കാർഡോയുടേതാണ്. പഴയ ചെറിയ വർക്ക്ഷോപ്പല്ല, വലിയ ട്രക്കുകളും കണ്ടെയ്നറുകളും നന്നാക്കുന്ന കൂറ്റൻ സ്ഥാപനം. റിക്കാർഡോയ്ക്ക് ഇപ്പോൾ അല്പം പ്രായം തോന്നിപ്പിക്കുന്നുണ്ട്. താടിയിൽ നര വീണു. വണ്ണം കൂടി. അവൻ ഇപ്പോൾ പഴയ കീറിയ ഓവറോളല്ല ധരിക്കുന്നത്. വില കൂടിയ ഷർട്ടും കൂളിംഗ് ഗ്ലാസുമാണ് വേഷം. ഇവിടെ അവനെ എല്ലാവരും വിളിക്കുന്നത് സെൻഹോർ റിക്കാർഡോ എന്നാണ്. ആദരണീയനായ ബിസിനസ്സുകാരൻ. നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള റിക്കാർഡോയുടെ വലിയ ട്രക്ക് ഗാരേജ് എപ്പോഴും സജീവമാണ്. പകലന്തിയോളം ഇരുമ്പിൽ അടിച്ചും വെൽഡിംഗ് ചെയ്തും ഉണ്ടാകുന്ന ശബ്ദങ്ങൾ. അവിടെ പണിയെടുക്കുന്നവർക്ക് സെൻഹോർ റിക്കാർഡോ ദൈവതുല്യനാണ്. കൃത്യസമയത്ത് ശമ്പളം നൽകുന്ന, പാവപ്പെട്ട കുട്ടികളെ സഹായിക്കുന്ന മുതലാളി. പക്ഷേ മാരാൻഹാവോയിലെ ചേരികളിൽ നിന്ന് കുട്ടികളെ കാണാതാകുന്നത് ഒരു തുടർക്കഥയായി മാറിയിരുന്നു. കഴിഞ്ഞ 3 മാസത്തിനിടയിൽ 12 കുട്ടികൾ. സാന്റാ മരിയയിലേതുപോലെ ഇവിടെ ആരും ബഹളമുണ്ടാക്കിയില്ല, കാരണം കാണാതായവരെല്ലാം തെരുവ് കുട്ടികളായിരുന്നു. മാതാപിതാക്കളില്ലാത്ത, അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമകളായ മാതാപിതാക്കളുള്ള കുട്ടികൾ. പോലീസ് ഇതിനെ ഗാങ് വോർ അല്ലെങ്കിൽ ഒളിച്ചോട്ടം എന്ന് പറഞ്ഞു തള്ളിക്കളഞ്ഞു. അന്ന് രാത്രി ജോനാഥൻ എന്ന 14-കാരൻ ഗാരേജിന്റെ പിൻഭാഗത്തെ മതിലിനോട് ചേർന്ന് നടക്കുകയായിരുന്നു. അവൻ പഴയ പ്ലാസ്റ്റിക് കുപ്പികൾ പെറുക്കുകയായിരുന്നു. ഹേയ് മോനെ! ഇരുട്ടിൽ നിന്ന് ഒരു വിളി. ജോനാഥൻ തിരിഞ്ഞു നോക്കി. ഗാരേജിന്റെ വലിയ ഗേറ്റ് പാതി തുറന്നിരിക്കുന്നു. അവിടെ നല്ല വസ്ത്രം ധരിച്ച, കഷണ്ടി കയറിയ ഒരാൾ നിൽക്കുന്നു. റിക്കാർഡോ, നിനക്ക് വിശക്കുന്നുണ്ടോ? റിക്കാർഡോ ചോദിച്ചു. അവന്റെ ശബ്ദത്തിൽ നഗരത്തിന്റെ കാഠിന്യമില്ല, മറിച്ച് ഗ്രാമത്തിന്റെ സ്നേഹമുണ്ടായിരുന്നു. ജോനാഥൻ തലയാട്ടി. അകത്തേക്ക് വാ. അവിടെ കുറച്ച് ഭക്ഷണം ബാക്കിയുണ്ട്. വിശപ്പ് ജോനാഥന്റെ ഭയത്തേക്കാൾ വലുതായിരുന്നു. അവൻ ആ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറി. പിന്നീട് ആരും ജോനാഥനെ കണ്ടിട്ടില്ല. ഗാരേജിലെ വെൽഡിംഗ് മെഷീനുകളുടെ ശബ്ദത്തിനിടയിൽ അവന്റെ നിലവിളി ആരും കേട്ടില്ല. മാരാൻഹാവോ നഗരം അതിന്റെ തിരക്കുകളിൽ മുഴുകി, മറ്റൊരു കുട്ടിയെ കൂടി വിഴുങ്ങി. രാത്രി ഏറെ വൈകിയിട്ടും ഇൻസ്പെക്ടർ ലൂയിസിന്റെ ക്യാബിനിലെ വെളിച്ചം അണഞ്ഞിരുന്നില്ല. 5 വർഷങ്ങൾ അയാളെ ശാരീരികമായി തളർത്തിയിട്ടുണ്ടെങ്കിലും ഔദ്യോഗിക വേഷത്തിൽ അയാൾക്ക് ഇപ്പോഴും പഴയ ഗാംഭീര്യമുണ്ട്. പക്ഷേ സഹപ്രവർത്തകർക്കിടയിൽ അയാൾ ഒരു പരിഹാസ കഥാപാത്രമാണ്.
പഴയ പ്രേതങ്ങളെ വേട്ടയാടുന്ന ഭ്രാന്തൻ. ലൂയിസ് കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് ഉറ്റുനോക്കുകയായിരുന്നു. ബ്രസീൽ ഫെഡറൽ പോലീസിന്റെ ക്രൈം ഡാറ്റാബേസ് ആയിരുന്നു മുന്നിൽ. എല്ലാ ആഴ്ചയും അയാൾ ഇത് പരിശോധിക്കാറുണ്ട്, സമാനമായ കേസുകൾ എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ. പെട്ടെന്ന് അയാളുടെ കണ്ണുകൾ ഒരു റിപ്പോർട്ടിൽ ഉടക്കി. സ്ഥലം മാരാൻഹാവോ. കേസ് അജ്ഞാത മൃതദേഹം. 14 വയസ്സു. വിശദാംശങ്ങൾ: ശരീരം വികൃതമാക്കിയ നിലയിൽ. ഇടത് കൈവിരലുകൾ അറുത്തുമാറ്റിയിട്ടുണ്ട്. ലൂയിസ് കസേരയിൽ നിന്ന് ചാടിയെഴുന്നേറ്റു. കസേര മറിഞ്ഞു വീണു. ഇടത് കൈവിരലുകൾ. അയാൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ മന്ത്രിച്ചു. 5 വർഷം മുമ്പ് ഡിയേഗോയുടെ മൃതദേഹത്തിലും ഇടത് കൈവിരലുകൾ അറുത്തുമാറ്റിയിരുന്നു. പക്ഷേ അന്ന് ക്യാപ്റ്റൻ ഗോമസ് ആ വിവരം മാധ്യമങ്ങളിൽ നിന്ന് മറച്ചുവെച്ചിരുന്നു. പത്രങ്ങളിലോ ടിവിയിലോ ആ വിവരം വന്നിട്ടില്ല. പോലീസ് റിപ്പോർട്ടുകളിൽ മാത്രമേ അത് ഉണ്ടായിരുന്നുള്ളൂ. പൊതുജനങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യം: പുതിയൊരു കൊലയാളി എങ്ങനെ അനുകരിക്കും? ഇത് അവൻ തന്നെയാണ്. ലൂയിസ് ഓടിപ്പോയി പഴയ അലമാര തുറന്നു. പൊടിപിടിച്ച സാന്റാ മരിയ കേസ് ഫയൽ വലിച്ചെടുത്തു. ഡിയേഗോയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഫോട്ടോയും കമ്പ്യൂട്ടർ സ്ക്രീനിലെ മാരാൻഹാവോയിലെ ഫോട്ടോയും അയാൾ ഒത്തുനോക്കി. കത്തിയുടെ ആഴം, മുറിവുകളുടെ രീതി, ആ ക്രൂരമായ കയ്യൊപ്പ്, എല്ലാം ഒന്ന് തന്നെ. ലൂയിസിന്റെ കണ്ണുകളിൽ തീ പടർന്നു. പിറ്റേന്ന് രാവിലെ ലൂയിസ് സ്റ്റേഷൻ ചീഫിന്റെ മുറിയിൽ എത്തി. ഇപ്പോൾ ഗോമസിന് പകരം പുതിയൊരാൾ. സാർ, എനിക്ക് മാരാൻഹാവോയിലേക്ക് പോകണം. ആ കേസ്, അത് പഴയ സാന്റാ മരിയ കേസ് തന്നെയാണ്. പ്രതി അവിടെയുണ്ട്, ലൂയിസ് ആവേശത്തോടെ പറഞ്ഞു. ചീഫ് ഫയലിൽ നിന്ന് തലയുയർത്തി നോക്കി. ലൂയിസ്, നിനക്ക് ഭ്രാന്തായോ? ആ കേസ് 5 വർഷം മുമ്പ് തെളിയിക്കപ്പെട്ടതാണ്. പ്രതികൾ ജയിലിൽ കിടന്നു മരിച്ചു. മാരാൻഹാവോ നമ്മുടെ അധികാരപരിധിയിൽ വരുന്ന സ്ഥലമല്ല, അത് മറ്റൊരു സംസ്ഥാനമാണ്. പക്ഷേ സാർ, തെളിവുകൾ. എന്ത് തെളിവ്? 2 ഫോട്ടോകളിലെ സാമ്യമോ? അത് യാദൃശ്ചികമാകാം. ലൂയിസ്, നീ സീനിയർ ഓഫീസറാണ്. റിട്ടയർമെന്റിന് ഇനി കുറച്ചു കാലമേ ഉള്ളൂ. വെറുതെ കുഴപ്പങ്ങളിൽ ചാടണ്ട. ചീഫ് അയാളുടെ അപേക്ഷ നിരസിച്ചു. ലൂയിസ് പുറത്തിറങ്ങി. അയാൾക്ക് ദേഷ്യം വന്നില്ല, മറിച്ച് ഒരു തരം തണുത്ത നിശ്ചയദാർഢ്യമാണ് തോന്നിയത്. നിയമത്തിന്റെ വഴിയിലൂടെ പോയിട്ട് കാര്യമില്ലെന്ന് അയാൾക്ക് നേരത്തെ അറിയാമായിരുന്നു. അയാൾ തന്റെ ക്യാബിനിലേക്ക് മടങ്ങി. അപേക്ഷ എഴുതി. അടിയന്തര വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് 30 ദിവസത്തെ അവധി. അയാൾ തന്റെ സർവീസ് റിവോൾവർ എടുത്തു പരിശോധിച്ചു. ഉണ്ടകൾ നിറച്ചു. അത് ഹോൾസ്റ്ററിലിട്ട് ബെൽറ്റ് മുറുക്കി. പോലീസ് ബാഡ്ജ് പോക്കറ്റിലിട്ടു. അയാൾ സഹപ്രവർത്തകരോട് ഒന്നും പറഞ്ഞില്ല. സ്റ്റേഷന്റെ പടികൾ ഇറങ്ങുമ്പോൾ അയാൾ പഴയ ഇൻസ്പെക്ടർ ലൂയിസ് ആയിരുന്നില്ല, ഒരു വേട്ടക്കാരനായിരുന്നു. മാരാൻഹാവോയിലേക്ക് 500 കിലോമീറ്ററിലധികം ദൂരമുണ്ട്. പക്ഷേ ലൂയിസിന് അത് ദൂരമായി തോന്നിയില്ല. അന്ന് വൈകുന്നേരം അയാൾ തന്റെ കാറിൽ യാത്ര തിരിച്ചു. സീറ്റിൽ പഴയ കേസ് ഫയലുകളും ഉണ്ടായിരുന്നു. മാരാൻഹാവോയിൽ എയർ കണ്ടീഷൻ ചെയ്ത മുറിയിലിരുന്ന് റിക്കാർഡോ ടിവിയിൽ വാർത്ത കണ്ട് ചിരിക്കുകയായിരുന്നു. ലോക്കൽ പോലീസിന് ഒന്നും മനസ്സിലായിട്ടില്ല. അവർ ഇതിനെ മയക്കുമരുന്ന് മാഫിയയുടെ തലയിൽ കെട്ടിവെക്കും. മാരാൻഹാവോയിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലൂയിസിന് സഹായമൊന്നും ലഭിച്ചില്ല. ഇതൊക്കെ ചേരിയിലെ പിള്ളേരുടെ സ്ഥിരം പരിപാടിയാണ്, അവർ എവിടെയെങ്കിലും കറങ്ങി നടക്കുന്നുണ്ടാകും എന്നാണ് ലോക്കൽ പോലീസ് പറഞ്ഞത്. ലൂയിസ് തളർന്നില്ല. ഔദ്യോഗിക വേഷം മാറ്റി ഒരു സാധാരണക്കാരനെപ്പോലെ അവൻ ചേരികളിലേക്ക് ഇറങ്ങി. അവിടെയുള്ള ചെറിയ കടകളിലും തെരുവുകുട്ടികൾ കൂടുന്ന സ്ഥലങ്ങളിലും അവൻ അന്വേഷണം നടത്തി. കയ്യിൽ കാണാതായ കുട്ടികളുടെ ഫോട്ടോകളും ഉണ്ടായിരുന്നു. ജോനാഥന്റെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ലൂക്കാസ് എന്ന മറ്റൊരു തെരുവുകുട്ടി ലൂയിസിനോട് സംസാരിക്കാൻ തയ്യാറായി. ഒരു നേരത്തെ ഭക്ഷണമായിരുന്നു അവൻ വേണ്ടിയിരുന്നത്. ജോനാഥനെ അവസാനമായി കണ്ടത് എപ്പോഴാണ്? ലൂയിസ് ചോദിച്ചു. അന്ന് രാത്രി. അവൻ നല്ല വിശപ്പുണ്ടായിരുന്നു, വായ നിറയെ ബർഗർ ചവച്ചുകൊണ്ട്. അവൻ പറഞ്ഞു, വലിയ മുതലാളിയുടെ അടുത്തു പോയാൽ തിന്നാൻ കിട്ടുമെന്ന്. ഏത് മുതലാളി? ലൂയിസിന്റെ നെഞ്ചിടിപ്പ് കൂടി. ആ ട്രക്കാരേജിലെ മുതലാളി, കഷണ്ടിയുള്ള കണ്ണട വെച്ച ആൾ. അയാൾ ഇടയ്ക്കിടെ ഞങ്ങൾക്ക് ചോക്ലേറ്റും പൈസയും തരും. നല്ല മനുഷ്യനാണ്. ലൂയിസ് കാണാതായ മറ്റ് 3 കുട്ടികളുടെ വിവരങ്ങൾ കൂടി ശേഖരിച്ചു. അവരെല്ലാം ആ ഗാരേജിന് ചുറ്റുമുള്ളവരായിരുന്നു. അവരെല്ലാം അപ്രത്യക്ഷമാകുന്നതിന് തൊട്ടുമുമ്പ് ആ ഗാരേജിൽ പോയിരുന്നു, അല്ലെങ്കിൽ ആ നല്ല മുതലാളിയെ കണ്ടിരുന്നു. എല്ലാ വഴികളും ഒരേ വാതിലിലേക്കാണ് തുറക്കുന്നത്. സോറസ് ലോജിസ്റ്റിക്സ്, റിക്കാർഡോയുടെ സാമ്രാജ്യം. ലൂയിസ് ആ ഗാരേജിന്റെ പേര് തന്റെ ഡയറിയിൽ കുറിച്ചു. പേനയുടെ മുന പേപ്പറിൽ അമർന്നപ്പോൾ അത് കീറിപ്പോയി. സോറസ് ലോജിസ്റ്റിക്സിന് കൃത്യം എതിർവശത്തുള്ള ഒരു പഴയ കെട്ടിടത്തിന്റെ 3ാം നിലയിൽ ലൂയിസ് ഒരു മുറിയെടുത്തു. അവിടെ നിന്ന് നോക്കിയാൽ ഗാരേജിന്റെ മുൻവശവും വശങ്ങളിലെ ഗേറ്റുകളും വ്യക്തമായി കാണാം. ലൂയിസ് തന്റെ ബൈനോക്കുലർ എടുത്തു. പകൽ സമയം. ഗാരേജ് സജീവമാണ്. വലിയ ട്രക്കുകൾ വരുന്നു, പോകുന്നു. റിക്കാർഡോ തന്റെ എയർ കണ്ടീഷൻ ചെയ്ത ഗ്ലാസ് ക്യാബിനിൽ ഇരുന്ന് ഫോണിൽ സംസാരിക്കുന്നു. ഇടയ്ക്കിടെ അവൻ പുറത്തിറങ്ങി ജോലിക്കാരോട് തമാശ പറയുന്നു. കാണുന്നവർക്ക് അച്ചടക്കമുള്ള മാന്യനായ ഒരു ബിസിനസ്സുകാരൻ. എന്നാൽ ലൂയിസ് കാത്തിരുന്നു, പകൽ വെളിച്ചം മായുന്നത് വരെ.
രാത്രി 11 മണി കഴിഞ്ഞു. നഗരത്തിന്റെ ബഹളങ്ങൾ അടങ്ങിത്തുടങ്ങി. ഗാരേജിന്റെ പിൻവശത്തെ വലിയ ഗേറ്റ് പതുക്കെ തുറന്നു. റിക്കാർഡോയുടെ കറുത്ത SUV പുറത്തേക്ക് വന്നു. ലൂയിസ് തന്റെ വാടക കാറിൽ അവനെ പിന്തുടർന്നു. ഹെഡ്ലൈറ്റുകൾ അണച്ച് സുരക്ഷിതമായ അകലം പാലിച്ചായിരുന്നു യാത്ര. വാഹനം നഗരത്തിന്റെ വെളിച്ചം പിന്നിട്ടു. മാരാൻഹാവോയുടെ അതിർത്തിയിലുള്ള കണ്ടൽക്കാടുകളും ചതുപ്പുകളും നിറഞ്ഞ വിജനമായ പ്രദേശത്തേക്കാണ് റിക്കാർഡോ പോയത്. അവിടെ റോഡുകൾ അവസാനിക്കുകയും വന്യമായ പ്രകൃതി തുടങ്ങുകയും ചെയ്യുന്നു. റിക്കാർഡോ കാർ നിർത്തി. അവൻ പുറത്തിറങ്ങി. കയ്യിൽ വലിയൊരു തുണിസഞ്ചി ഉണ്ടായിരുന്നു. അവൻ ഇരുളടഞ്ഞ കാട്ടുവഴിയിലൂടെ നടക്കാൻ തുടങ്ങി. ലൂയിസ് കാർ ദൂരെ ഒളിപ്പിച്ചുവെച്ചു. തോക്ക് കൈയിലെടുത്ത് ശബ്ദമുണ്ടാക്കാതെ അവൻ പിന്നാലെ നടന്നു. ചീവീടുകളുടെയും രാത്രിജരങ്ങളുടെയും ശബ്ദം മാത്രം. കാറ്റിന് ഉപ്പുവെള്ളത്തിന്റെയും ചതുപ്പിന്റെയും ഗന്ധമായിരുന്നു. ഏകദേശം അരമണിക്കൂർ നടന്ന ശേഷം റിക്കാർഡോ ഒരിടത്തു നിന്നു. ചുറ്റും മരങ്ങൾ തിങ്ങിനിറഞ്ഞ ഒരു ചെറിയ മൈതാനം. നിലാവെളിച്ചം അവിടെ അല്പം വീഴുന്നുണ്ടായിരുന്നു. ലൂയിസ് ഒരു വലിയ മരത്തിന്റെ പിന്നിൽ ഒളിച്ചുനിന്നു. ശ്വാസമടക്കി പിടിച്ച് അവൻ ആ കാഴ്ച കണ്ടു. റിക്കാർഡോ തന്റെ സഞ്ചിയിൽ നിന്ന് സാധനങ്ങൾ ഓരോന്നായി പുറത്തെടുത്തു. കറുത്ത മെഴുകുതിരികൾ, ചുവന്ന ചായം പൂശിയ ഒരു തലയോട്ടി ഏതോ മൃഗത്തിന്റെ, കുറച്ച് ഉണങ്ങിയ ഇലകൾ, പിന്നെ തിളങ്ങുന്ന ഒരു വലിയ കത്തി. ആ മെഴുകുതിരികൾ ഒരു വൃത്തത്തിൽ കത്തിച്ചു. കാറ്റത്ത് ആ നാളങ്ങൾ ആടിയുലഞ്ഞു. വെളിച്ചത്തിൽ റിക്കാർഡോയുടെ മുഖം ഭയാനകമായി തോന്നി. കണ്ണുകൾക്ക് വല്ലാത്തൊരു തിളക്കമായിരുന്നു. സാന്റാ മരിയയിൽ കണ്ട ആ മാന്യനായ മനുഷ്യനായിരുന്നില്ല ഇപ്പോൾ അവൻ. തന്റെ ഷർട്ട് അഴിച്ചുമാറ്റി ആ വൃത്തത്തിന് നടുവിൽ ഇരുന്നു. പിന്നെ എന്തൊക്കെയോ പുലമ്പാൻ തുടങ്ങി. അത് ഏതെങ്കിലും ഭാഷയായിരുന്നില്ല. തൊണ്ടയിൽ നിന്ന് വരുന്ന വിചിത്രമായ ശബ്ദങ്ങൾ. ഇടയ്ക്കിടെ അവൻ അലറിക്കൊണ്ടിരുന്നു. ഇപ്പോൾ പിടിച്ചാൽ റിക്കാർഡോ രക്ഷപ്പെടും. അവന്റെ കയ്യിൽ ആയുധങ്ങളോ മൃതദേഹമോ ഇല്ല, വെറും മെഴുകുതിരിയും തലയോട്ടിയും മാത്രം. ഞാൻ കാട്ടിൽ പ്രാർത്ഥിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞ് അവൻ കോടതിയിൽ നിന്ന് ഊരിപ്പോകും. സാന്റാ മരിയയിൽ സംഭവിച്ചത് ആവർത്തിക്കും. ലൂയിസിന് വേണ്ടത് റിക്കാർഡോയെ അല്ല, തെളിവാണ്. ലൂയിസ് മരത്തിന് പിന്നിലേക്ക് ഒന്നുകൂടി ഒതുങ്ങി. പെട്ടെന്ന് റിക്കാർഡോ നിശബ്ദനായി. അവൻ തലയുയർത്തി മണത്തുനോക്കി, ഒരു മൃഗത്തെപ്പോലെ. റിക്കാർഡോയുടെ ഇൻസ്റ്റിങ്ക്റ്റ് അപാരമാണ്. അവൻ എന്തെങ്കിലും മണത്തെറിഞ്ഞോ? റിക്കാർഡോ മെഴുകുതിരികൾ ഓരോന്നായി കെടുത്തി. അവൻ എഴുന്നേറ്റ് വസ്ത്രം ധരിച്ചു. സാധനങ്ങൾ സഞ്ചിയിലാക്കി കാറിൽ കയറിപ്പോയി. താൻ ഇവിടെയുള്ള കാര്യം റിക്കാർഡോയ്ക്ക് മനസ്സിലായിട്ടില്ലെന്ന് ലൂയിസിന് ഉറപ്പായിരുന്നു. ഏതോ വഴിപോക്കനോ മൃഗമോ ആണെന്നേ അവൻ കരുതിയിട്ടുണ്ടാകൂ. സമയം പുലർച്ചെ 2 മണി. ഗാരേജിന്റെ പിന്നിലെ ഇരുട്ടുമുറിയിൽ ജോനാഥൻ എന്ന 9 വയസ്സുകാരൻ മുട്ടുകുത്തി ഇരിക്കുകയായിരുന്നു. അവന്റെ കൈകാലുകൾ പ്ലാസ്റ്റിക് കെയറുകൾ കൊണ്ട് കെട്ടിയിട്ടിരുന്നു. വായ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചിട്ടുണ്ട്. വിശപ്പും ദാഹവും കൊണ്ട് അവൻ തളർന്നിരുന്നു. റിക്കാർഡോ അസ്വസ്ഥനായിരുന്നു. കാട്ടിലെ പൂജ മുടങ്ങിയതിന്റെ ദേഷ്യം അവന്റെ മുഖത്തുണ്ടായിരുന്നു. അവൻ മുറിയിൽ അങ്ങോട്ടുമിങ്ങോട്ടും നടന്നു. കയ്യിലൊരു മദ്യക്കുപ്പിയുണ്ട്. ആരോ എന്നെ നിരീക്ഷിക്കുന്നുണ്ട്, റിക്കാർഡോ തനിയെ പിറുപിറുത്തു. ഞാൻ കൂടുതൽ ശ്രദ്ധിക്കണമായിരുന്നു. അവൻ ജോനാഥനെ രൂക്ഷമായി നോക്കി. ഇന്ന് നിന്റെ അവസാന ദിവസമായിരുന്നു. പക്ഷേ നിനക്ക് ഭാഗ്യമുണ്ട്. ദൈവങ്ങൾ ഇന്നത്തേക്ക് നിന്നെ വിട്ടുതന്നിരിക്കുന്നു. റിക്കാർഡോ മദ്യക്കുപ്പി മേശപ്പുറത്ത് വെച്ചു. അവൻ കയ്യിലുണ്ടായിരുന്ന താക്കോൽ കൂട്ടം അശ്രദ്ധമായി മേശയുടെ അരികിലേക്ക് ഇട്ടു. പൂജ മുടങ്ങിയതിന്റെ നിരാശയിൽ അവൻ സാധാരണയുള്ള ജാഗ്രത കൈമോശം വന്നിരുന്നു. അവൻ വാതിൽ പുറത്തുനിന്ന് പൂട്ടിപ്പോയി. പക്ഷേ റിക്കാർഡോ ഒന്ന് ശ്രദ്ധിച്ചില്ല. അവൻ എറിഞ്ഞ താക്കോൽ കൂട്ടം മേശയുടെ വക്കിൽ തട്ടി താഴെ വീണിരുന്നു. ജോനാഥന്റെ കാലുകൾക്ക് തൊട്ടടുത്ത്. ജോനാഥന്റെ ഹൃദയം വേഗത്തിലിടിച്ചു. അവൻ വേദന വകവെക്കാതെ ശരീരം അനക്കി. കൈകൾ കെട്ടിയിരിക്കുകയാണെങ്കിലും വിരലുകൾ ചലിപ്പിക്കാൻ കഴിയുമായിരുന്നു. അവൻ പാടുപെട്ട് തറയിലൂടെ ഇഴഞ്ഞു നീങ്ങി. അവന്റെ വിരലുകൾ ആ തണുത്ത ലോഹത്തിൽ തൊട്ടു. താക്കോൽ. അവൻ തിരിഞ്ഞുകിടന്ന് കെട്ടിയിട്ട കൈകൾ കൊണ്ട് താക്കോൽ എടുത്തു. അത് ഏത് താക്കോലാണെന്ന് അറിയില്ല, പക്ഷേ അവൻ ശ്രമിച്ചേ മതിയാകൂ. അവൻ തന്റെ കൈയിലെ കെട്ട് അഴിക്കാൻ ശ്രമിച്ചു. നടന്നില്ല. പെട്ടെന്ന് അവൻ അടുത്തു കണ്ട ഒരു പഴയ ഇരുമ്പ് പാളിയിൽ താക്കോൽ ഉരച്ചു. പ്ലാസ്റ്റിക് കെയർ മുറിക്കാൻ അവൻ ആഞ്ഞു ശ്രമിച്ചു. മിനിറ്റുകൾ കടന്നുപോയി. അവന്റെ കൈത്തണ്ടയിൽ നിന്ന് ചോര പൊടിഞ്ഞു. ഒടുവിൽ പ്ലാസ്റ്റിക് കെട്ട് പൊട്ടി. ജോനാഥൻ വേഗത്തിൽ കാലിലെ കെട്ടും അഴിച്ചു. ഉടൻ എഴുന്നേറ്റു. വാതിലിന്റെ അടുത്തേക്ക് ഓടി. താക്കോൽ കൂട്ടത്തിലെ ഓരോ താക്കോലും പരീക്ഷിച്ചു. വാതിൽ തുറന്നു. ജോനാഥന് വിശ്വസിക്കാനായില്ല. മുന്നിൽ ഗാരേജിന്റെ വിശാലമായ ഇരുട്ട്. അവൻ പുറത്തേക്ക് ഇറങ്ങി. പെട്ടെന്ന് പുറത്ത് കാറിന്റെ വെളിച്ചം കണ്ടു. റിക്കാർഡോ തിരിച്ചുവരുന്നു. ജോനാഥൻ ഒളിക്കാൻ നിന്നില്ല. അവൻ ഗാരേജിന്റെ പിൻഭാഗത്തെ ഓടയിലേക്ക് ചാടി. മലിനജലം നിറഞ്ഞ നാറുന്ന ഓടയിലൂടെ അവൻ ഇഴഞ്ഞു നീങ്ങി. ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. എലികൾ അവന്റെ ദേഹത്ത് കൂടി ഓടി. പക്ഷേ അവൻ നിർത്തിയില്ല. വാഹനം മുറ്റത്ത് വന്നു നിന്നു. റിക്കാർഡോ അകത്തേക്ക് കയറുന്ന ശബ്ദം കേട്ടു. നിമിഷങ്ങൾക്കകം അവന്റെ അലർച്ച ഗാരേജിൽ മുഴങ്ങി. പക്ഷേ അപ്പോഴേക്കും ജോനാഥൻ മലിനജലത്തിലൂടെ ഇഴഞ്ഞ് പുറത്തെ റോഡിലേക്ക് എത്തിയിരുന്നു. അവൻ ഓടി.
നഗ്നമായ കാലുകൾ ടാർ റോഡിൽ പതിച്ചു. ദേഹം മുഴുവൻ ചെളിയും മുറിവുകളും. ഓരോ വാഹനത്തിന്റെ വെളിച്ചം കാണുമ്പോഴും അവൻ പേടിച്ച് മരങ്ങൾക്കിടയിൽ ഒളിച്ചു. റിക്കാർഡോ പിന്നാലെ വരുന്നുണ്ടോ? അവന്റെ ലക്ഷ്യം പോലീസ് സ്റ്റേഷനല്ലായിരുന്നു. പോലീസിനെ വിശ്വാസമില്ല. ചേരിയിലെ കുട്ടികളെ പോലീസ് തല്ലിയോടിക്കാറാണ് പതിവ്. പക്ഷേ ഓടിത്തളർന്ന് വീഴാറായിരുന്നു. മുന്നിൽ ഒരു പോലീസ് ജീപ്പ് റോഡരികിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടു. അതിൽ 2 പോലീസുകാർ ഇരിക്കുന്നുണ്ട്. ജോനാഥൻ മടിച്ചു നിന്നു. തിരികെ പോയാൽ റിക്കാർഡോ കൊല്ലും. മുന്നോട്ട് പോയാൽ. ധൈര്യം സംഭരിച്ച് ജീപ്പിന്റെ അടുത്തേക്ക് ഓടി. സാർ, രക്ഷിക്കണം! അവൻ റോഡിലേക്ക് വീണു. പോലീസുകാർ ഞെട്ടിപ്പോയി. ചെളിയിലും ചോരയിലും കുളിച്ച ഒരു കുട്ടി. അവർ വണ്ടിയിൽ നിന്നിറങ്ങി. എന്താടാ, എന്തു പറ്റി? വല്ല വണ്ടിയും ഇടിച്ചോ? ഒരു പോലീസ് ഓഫീസർ ചോദിച്ചു. എന്നെ കൊല്ലാൻ വരുന്നു. അവനെന്നെ കൊല്ലും, ജോനാഥൻ വിറച്ചു. അപ്പോഴേക്കും ഇൻസ്പെക്ടർ ലൂയിസ് തന്റെ കാറിൽ ആ വഴി വന്നു. ഗാരേജിലെ ബഹളം കേട്ട് അവൻ അങ്ങോട്ട് പോയതായിരുന്നു. പോലീസ് ജീപ്പിനു മുന്നിൽ ആൾക്കൂട്ടം കണ്ട് ലൂയിസ് കാർ നിർത്തി. ലൂയിസ് ഓടിച്ചെന്നു. നിലത്ത് കിടക്കുന്ന കുട്ടിയെ കണ്ടപ്പോൾ അയാളുടെ ശ്വാസം നിലച്ചുപോയി. ജോനാഥൻ. കാണാതായ ഒരു കുട്ടി. ലൂയിസ് പോലീസുകാരെ വകഞ്ഞുമാറ്റി മുന്നിലെത്തി. അവൻ തന്റെ കോട്ടൂരി കുട്ടിയെ പുതപ്പിച്ചു. പേടിക്കണ്ട മോനെ, നീ സുരക്ഷിതനാണ്. ലൂയിസ് അവന്റെ കൈപിടിച്ചു. ആരാണ് നിന്നെ ഉപദ്രവിച്ചത്? ചുറ്റും നോക്കി. ഇരുട്ടിൽ റിക്കാർഡോയുടെ നിഴൽ ഉണ്ടോ എന്ന് ഭയന്നു. ജോനാഥൻ മേങ്ങിപ്പോയി. അരമണിക്കൂറിനുള്ളിൽ ജോനാഥനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരം അറിഞ്ഞ് മാരാൻഹാവോയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും ആശുപത്രിക്ക് മുന്നിൽ തടിച്ചുകൂടി. ഇൻസ്പെക്ടർ ലൂയിസ് ഡോക്ടറുടെ അനുവാദത്തോടെ മുറിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ലോക്കൽ പോലീസ് ചീഫും ഒപ്പമുണ്ട്. ജോനാഥൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. അവൻ കുറച്ചു വെള്ളം കുടിച്ചു. മോനെ, കാര്യമായിട്ട് പറ. ആരാണ് നിന്നെ തട്ടിക്കൊണ്ടുപോയത്? നിന്നെ എവിടെയാണ് വെച്ചിരുന്നത്? ചീഫ് ചോദിച്ചു. ഇതൊരു മയക്കുമരുന്ന് സംഘമാണോ? ജോനാഥൻ കണ്ണുകൾ ഇറുക്കിയടച്ചു. ആ ഭയാനകമായ മുഖം അവന്റെ മനസ്സിൽ തെളിഞ്ഞു. മിഠായി നൽകുന്ന കൈകളിൽ തിളങ്ങുന്ന കത്തി. അവൻ കണ്ണു തുറന്നു. വിറയ്ക്കുന്ന ചുണ്ടുകളോടെ അവൻ ആ പേര് പറഞ്ഞു. റിക്കാർഡോ. റിക്കാർഡോ അങ്കിൾ. ആ പേര് മുറിയിലെ നിശബ്ദതയെ ഒരു ബോംബ് പോലെ തകർത്തു. ലൂയിസ് ദീർഘാശ്വാസം വിട്ടു. 5 വർഷത്തെ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുന്നു. കേട്ടല്ലോ ചീഫ്. ലൂയിസ് തിരിഞ്ഞു. ഇനി തെളിവ് വേണോ? ഒരു കുട്ടിയുടെ മൊഴിയുണ്ട്. ഇനി ആരെയാണ് ഭയക്കുന്നത്? ചീഫ് വയർലെസ് സെറ്റിലൂടെ അലറി. എല്ലാ യൂണിറ്റുകളും സോറസ് ലോജിസ്റ്റിക്സിലേക്ക്. റിക്കാർഡോയെ പിടിക്കണം. അറസ്റ്റ് ചെയ്യൂടനെ. മാരാൻഹാവോ നഗരം സൈറൻ ശബ്ദങ്ങൾ കൊണ്ട് നടുങ്ങി. 10ഓളം പോലീസ് ജീപ്പുകൾ ചീരിപ്പാഞ്ഞ് സോറസ് ലോജിസ്റ്റിക്സിന് മുന്നിൽ വന്നുനിന്നു. ഇൻസ്പെക്ടർ ലൂയിസ് കാറിൽ നിന്നിറങ്ങുമ്പോൾ ഗാരേജിന്റെ വലിയ ഗേറ്റിന് മുന്നിൽ മാധ്യമപ്രവർത്തകർ തടിച്ചുകൂടിയിരുന്നു. പോലീസ് ഗാരേജ് വളഞ്ഞു. റിക്കാർഡോ, പുറത്തിറങ്ങി വാ! ലൂയിസ് മെഗാഫോണിലൂടെ വിളിച്ചു പറഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ ഗാരേജിന്റെ ഷട്ടർ ഉയർന്നു. റിക്കാർഡോ പുറത്തേക്ക് വന്നു. അവൻ ഓടാൻ ശ്രമിച്ചില്ല. അവന്റെ മുഖത്ത് ഭയമില്ല, മറിച്ച് അങ്ങേയറ്റത്തെ അത്ഭുതമാണ് ഉണ്ടായിരുന്നത്. അവൻ വെള്ള ഷർട്ടും കറുത്ത പാന്റുമാണ് ധരിച്ചിരുന്നത്. കൈകൾ ഉയർത്തിപ്പിടിച്ച് വളരെ ശാന്തനായി അവൻ പോലീസിന് മുന്നിലേക്ക് നടന്നു. എന്താണ് സാർ? എന്തിനാണ് ഇത്രയും ബഹളം? റിക്കാർഡോ ചോദിച്ചു. അവന്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു നിഷ്കളങ്കതയുണ്ടായിരുന്നു. ഞാൻ എന്റെ ജോലി ചെയ്യുകയായിരുന്നു. ലൂയിസ് അവന്റെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. ജോനാഥൻ എല്ലാം പറഞ്ഞു. റിക്കാർഡോ, നിന്റെ കളി കഴിഞ്ഞു. റിക്കാർഡോ നെറ്റിച്ചുളിച്ചു. ജോനാഥനോ? അതാരാണ്? സാർ, ഇവിടെ ദിവസവും 100 കുട്ടികൾ വരാറുണ്ട്. ഞാൻ അവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. അതിൽ വല്ലവരും എന്തെങ്കിലും കള്ളം പറഞ്ഞാൽ. അവൻ മാധ്യമങ്ങളുടെ ക്യാമറകൾക്ക് നേരെ തിരിഞ്ഞു. നോക്കൂ, ഞാൻ വെറുമൊരു മെക്കാനിക്കാണ്. വണ്ടികൾ നന്നാക്കി ജീവിക്കുന്ന, പാവങ്ങളെ സഹായിക്കുന്ന ഒരു സാധാരണക്കാരൻ. എനിക്കെതിരെ ആരോ ഗൂഢാലോചന നടത്തുകയാണ്. അവൻ ഒരു ഇരയെപ്പോലെ അഭിനയിച്ചു. പോലീസുകാർ അവനെ കയ്യാമം വെക്കുമ്പോഴും അവൻ കുതറിയില്ല. ഇത് വലിയ തെറ്റാണ്. നിങ്ങൾ നിരപരാധിയെയാണ് പിടിക്കുന്നത്, അവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ചില മാധ്യമപ്രവർത്തകർ പോലും സംശയിച്ചുപോയി. ഇത്രയും മാന്യനായ ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? പക്ഷേ ലൂയിസ് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ ഭയമില്ലായിരുന്നു. അവിടെ ഇപ്പോഴും ആ പഴയ ക്രൂരമായ ചിരി ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. നീ മെക്കാനിക്കാണ് റിക്കാർഡോ, ലൂയിസ് ശബ്ദം താഴ്ത്തി പറഞ്ഞു. പക്ഷേ നീ നന്നാക്കുന്നത് വണ്ടികളെയല്ല, നശിപ്പിക്കുന്നത് മനുഷ്യരെയാണ്. അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ കയറ്റിയിട്ടും റിക്കാർഡോ കുറ്റം സമ്മതിച്ചില്ല. എന്റെ ഗാരേജിൽ നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല, അവൻ വെല്ലുവിളിച്ചു. ലൂയിസ് ഗാരേജിന്റെ പിൻഭാഗത്തേക്ക് നടന്നു. ഫോറൻസിക് ഉദ്യോഗസ്ഥരും മണ്ണുമാന്തി യന്ത്രങ്ങളും തയ്യാറായി നിൽപ്പുണ്ടായിരുന്നു. ഗാരേജിന്റെ പിന്നിലെ പൂന്തോട്ടം. വളരെ മനോഹരമായി പരിപാലിക്കുന്ന വാഴകളും പൂച്ചെടികളും നിറഞ്ഞ സ്ഥലം. അവിടെ നിൽക്കുമ്പോൾ ആർക്കും ഒരു ശവപ്പറമ്പിന്റെ പ്രതീതി തോന്നില്ല. ഇവിടെ ലൂയിസ് ഒരു വലിയ വാഴയുടെ ചുവട്ടിലേക്ക് ചൂണ്ടി. ഇവിടെ കുഴിക്കൂ. 5 വർഷം മുമ്പ് സാന്റാ മരിയയിൽ ഗബ്രിയേലിനെ കൊന്നു കുഴിച്ചിട്ട രീതി ലൂയിസിന് ഓർമ്മ വന്നു.
മൃതദേഹങ്ങൾക്ക് മുകളിൽ ചെടികൾ വെച്ചുപിടിപ്പിക്കുന്നതാണ് റിക്കാർഡോയുടെ രീതി. യന്ത്രം മണ്ണിലേക്ക് താഴ്ന്നു. മണ്ണ് കോരിമാറ്റി. ആദ്യത്തെ 10 അടി താഴ്ന്നപ്പോൾ ഒന്നും കണ്ടില്ല. സാർ, ഇവിടെ ഒന്നുമില്ലെന്ന് തോന്നുന്നു, ഓപ്പറേറ്റർ പറഞ്ഞു. കുഴിക്ക്. കുറച്ചുകൂടി ആഴത്തിൽ, ലൂയിസ് അലറി. വീണ്ടും യന്ത്രക്കൈ താഴ്ന്നു. ഇത്തവണ മണ്ണുമാന്തി മുകളിലേക്ക് ഉയർത്തപ്പോൾ അതിൽ മണ്ണോടൊപ്പം മറ്റെന്തോ കൂടി ഉണ്ടായിരുന്നു. പഴുകിയ, നിറം മങ്ങിയ ഒരു പ്ലാസ്റ്റിക് ചാക്ക്. എല്ലാവരും ശ്വാസമടക്കി പിടിച്ചു. ഫോറൻസിക് ഉദ്യോഗസ്ഥർ ഓടിച്ചെന്നു. ആ ചാക്ക് കീറി പരിശോധിച്ചു. അതിൽ നിന്ന് ഒരു മനുഷ്യന്റെ തലയോട്ടി പുറത്തേക്ക് ഉരുണ്ടുവീണു. പിന്നാലെ ആ ചാക്കിനുള്ളിൽ നിന്ന് ദ്രവിച്ചുപോയ വസ്ത്രങ്ങളും കണ്ടു. കണ്ടുനിന്ന പോലീസ് ഉദ്യോഗസ്ഥർ പോലും മുഖം തിരിച്ചുപോയി. ആ അസ്ഥികൂടത്തിന് ഇടയിൽ നിന്ന് തുരുമ്പിച്ച ഒരു പഴയ മെറ്റൽ ബാഡ്ജ് ലൂയിസ് കണ്ടെടുത്തു. 5 വർഷം മുമ്പ് ഗബ്രിയേലിന്റെ കയ്യിൽ കണ്ട അതേ ബാഡ്ജ്. റിക്കാർഡോയുടെ മുഖം ആദ്യമായി മങ്ങി. ജീപ്പിന്റെ ജനാലയിലൂടെ അവൻ ആ കാഴ്ച കാണുന്നുണ്ടായിരുന്നു. അവന്റെ അഭിനയത്തിന്റെ തിരശ്ശീല അവിടെ വീണു. ഗാരേജിലെ പരിശോധന പുരോഗമിക്കുകയായിരുന്നു. പൂന്തോട്ടത്തിലെ ആദ്യത്തെ കുഴിയിൽ നിന്ന് ഒരു തലയോട്ടി കണ്ടെടുത്തതോടെ അന്തരീക്ഷം മരവിച്ചു. റിക്കാർഡോയുടെ മുഖത്തെ ആത്മവിശ്വാസം മെല്ലെ മാഞ്ഞു തുടങ്ങി. ഇൻസ്പെക്ടർ ലൂയിസ് രണ്ടാമത്തെ കുഴിയിലേക്ക് ചൂണ്ടി. ഇവിടെയും നോക്കൂ. യന്ത്രം മണ്ണിലേക്ക് താഴ്ന്നപ്പോൾ റിക്കാർഡോ പെട്ടെന്ന് അലറി. നിർത്തൂ. ആ ശബ്ദം അവിടെ കൂടിനിന്ന എല്ലാവരെയും ഞെട്ടിച്ചു. അതുവരെ ഞാൻ നിരപരാധിയാണ് എന്ന് കരഞ്ഞു വിളിച്ചിരുന്ന ആ മനുഷ്യന്റെ ശബ്ദമായിരുന്നില്ല അത്. അത് അധികാരമുള്ള, ആജ്ഞാപിക്കുന്ന ഒരു ശബ്ദമായിരുന്നു. റിക്കാർഡോ പോലീസ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് കുതറിമാറാൻ ശ്രമിച്ചു. അവന്റെ കണ്ണുകളിൽ ഭ്രാന്തമായ ഒരു തിളക്കം. നിങ്ങൾ വെറുതെ സമയം കളയുകയാണ് ഇൻസ്പെക്ടർ, റിക്കാർഡോ ലൂയിസിനെ നോക്കി പറഞ്ഞു. അവന്റെ ചുണ്ടിൽ വിറയ്ക്കുന്ന ഒരു ചിരി വിരിഞ്ഞു. 5, 10, ഇതൊക്കെ എന്ത്? ലൂയിസ് കൈയുയർത്തി മണ്ണുമാന്തി യന്ത്രം നിർത്തിച്ചു. അയാൾ റിക്കാർഡോയുടെ അടുത്തേക്ക് നടന്നു. നീ എന്താണ് പറയുന്നത്? റിക്കാർഡോ നിവർന്നു നിന്നു. കൈകളിൽ വിലങ്ങുണ്ടായിരുന്നെങ്കിലും ആ നിമിഷം അവൻ വിജയിച്ചവനെപ്പോലെ തോന്നിപ്പിച്ചു. നിങ്ങൾ മണ്ണിൽ തിരയുന്നത് വെറും എല്ലുകൾ മാത്രമാണ്. പക്ഷേ എന്റെ കണക്കുകൾ, അത് എന്റെ തലയിലാണ്. അവൻ സ്വന്തം നെറ്റിയിൽ വിരൽ കൊട്ടി. ഈ പൂന്തോട്ടം ചെറുതാണ് ലൂയിസ്. ഇവിടെ 5 പേരെ കിടത്താനേ സ്ഥലമുള്ളൂ. ബാക്കിയുള്ളവർ. അവൻ ഒരു നിമിഷം നിർത്തി. ക്യാമറകൾ അവനിലേക്ക് തിരിഞ്ഞു. ലോകം മുഴുവൻ ശ്വാസമടക്കി പിടിച്ചു. 42. ആ സംഖ്യ ഗാരേജിന്റെ മതിലുകളിൽ തട്ടിപ്രതിധ്വനിച്ചു. ലൂയിസ് ഞെട്ടിപ്പോയി. എന്ത്? 42 കുട്ടികൾ, റിക്കാർഡോ ശാന്തമായി പറഞ്ഞു. സാന്റാ മരിയയിൽ നിന്ന് തുടങ്ങിയതാണ്. ഡിയേഗോ, ഗബ്രിയേൽ, പിന്നെ പേരറിയാത്ത എത്രയോ പേർ. മാരാൻഹാവോയിൽ എത്തിയപ്പോൾ എണ്ണം കൂടി. അവർ അനാഥരായിരുന്നു ഇൻസ്പെക്ടർ. ആർക്കും വേണ്ടാത്തവർ. ഞാൻ അവർക്ക് മുക്തി നൽകി. പോലീസ് ഉദ്യോഗസ്ഥർ സ്തംഭിച്ചുപോയി. മാധ്യമപ്രവർത്തകർക്ക് ചോദ്യം ചോദിക്കാൻ പോലും നാവു പൊങ്ങിയില്ല. ബാക്കി 37 പേർ എവിടെ? ലൂയിസ് അലറി. റിക്കാർഡോ ആകാശത്തേക്ക് നോക്കി ചിരിച്ചു. അവർ എല്ലായിടത്തുമുണ്ട്. സാന്റാ മരിയയിലെ ചതുപ്പുകളിൽ, മാരാൻഹാവോയിലെ കടലിന്റെ അടിയിൽ, ഈ ഗാരേജിന്റെ കോൺക്രീറ്റ് തൂണുകൾക്കുള്ളിൽ. ഞാൻ ഒരു സാമ്രാജ്യം പടുത്തുയർത്തിയത് സിമന്റ് കൊണ്ടല്ല, അവരുടെ എല്ലുകൾ കൊണ്ടാണ്. കാണാതായ കുട്ടികളുടെ മാതാപിതാക്കൾ ആ വാക്കുകൾ കേട്ട് ബോധരഹിതരായി വീണു. നിങ്ങൾക്ക് എന്നെ തൂക്കിക്കൊല്ലാം. പക്ഷേ എന്റെ റെക്കോർഡ്, അത് ആർക്കും തകർക്കാൻ കഴിയില്ല. ഞാൻ വെറുമൊരു മെക്കാനിക്കല്ല, ഞാൻ മരണത്തിന്റെ ശില്പിയാണ്. ലൂയിസിന് റിക്കാർഡോയെ തല്ലിക്കൊല്ലാൻ തോന്നി. പക്ഷേ അയാൾ സ്വയം നിയന്ത്രിച്ചു. കൊണ്ടുപോ ഇവനെ, ലൂയിസ് ഉത്തരവിട്ടു. പോലീസ് റിക്കാർഡോയെ ജീപ്പിലേക്ക് തള്ളി. അവൻ കയറുമ്പോൾ അവിടെ കൂടിനിന്ന ജനക്കൂട്ടത്തെ നോക്കി കൈവീശി, ഒരു രാജാവ് തന്റെ പ്രജകളെ കാണുന്നതുപോലെ. ആ ഗാരേജ് മുറ്റത്ത് കുഴിച്ചെടുത്ത മണ്ണിൽ നിന്ന് ചോരയുടെ മണം വമിച്ചു. എന്നാൽ റിക്കാർഡോയുടെ കുറ്റസമ്മതം അതിനേക്കാൾ ഭീകരമായ ഒരു സത്യമാണ് വിളിച്ചു പറഞ്ഞത്. പിശാച് നമുക്കിടയിൽ മനുഷ്യവേഷത്തിൽ ജീവിച്ചിരുന്നു.